മമ്മൂക്ക ഹീറോ അല്ല, വില്ലനാണ്. ഇതായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്തു, സാധാരണ ഇതുവരെ ഒരു ത്രില്ലർ ഫിലിമിൽ കാണാത്ത വിധത്തിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതായിരുന്നു കുറച്ചൊരു ഹാഷ് കളേഴ്സ്. ബ്രഹ്മയുഗത്തിൽ പോലും നമുക്കൊരു ഗ്രേ ഷെയ്ഡിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും അതിൽ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷനോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു അപ്രോച്ച് ഉണ്ടായില്ല. സോ ദിസ് ഹാസ് ടു ബി ഡിഫറെൻറ്റ്. അടുത്ത റിലീസ് എനിക്ക് തോന്നുന്ന സർവമായ നിവിൻ പോളിയുടെ ഒരു അടുത്ത ഫിലിം, അഖിൽ സത്യൻ. ഇഷ്ടപ്പെടുന്ന ഒരു നിവിൻ പോളി അതിൽ കാണാൻ പറ്റും. ആക്ച്വലി DSIRA ഇങ്ങനെയാണ്. അത് ആദ്യത്തെ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഭൂതകാലം പോലെ ഉണ്ടാവരുത്. ഒരേ ജേണറാണെങ്കിലും ഇറ്റ് ഷുഡൻറ്റ് ലുക്ക് ലൈക്ക് ഭൂതകാലം. ബ്രഹ്മയുഗം ഏറ്റവും ആദ്യം ഞാൻ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു. ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറ്റില്ല എന്ന് ഏറ്റവും ആദ്യം എതിർത്ത വ്യക്തിയായിരുന്നു ഞാൻ. ഫിലിം ക്രോസ് ചെയ്ത് നെഗറ്റീവ് റെഡിയായി. ദാറ്റ് നെഗറ്റീവ് വെരി ഫസ്റ്റ് പേഴ്സൺ ഹു സീയിങ് ഇസ് വി ഗൈസ്. ആക്ച്വലി സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ എൻ്റെ ഒരു ബിഗ് ഫിലിമാണ് ആദ്യത്തെ. അതിൽ ഞാനിപ്പം കടപ്പെട്ടിരുന്നത് അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അയങ്ക ബോസ്. പുള്ളിയാണ് ബേസിക്കലി എന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തത്. ആക്ച്വലി 2012 ആയിരുന്നു കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കളറിസ്റ്റ് അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത്. ആക്ച്വലി സോ ദാറ്റ് വാസ് മൈ വെരി ഫസ്റ്റ് തിങ്. ആക്ച്വലി ഐ വാണ്ടഡ് ടു കം ബാക്ക് ടു കേരള. അടുത്ത വർഷം എനിക്ക് ഒരു അവാർഡ് കിട്ടണമെന്നില്ല. അടുത്ത വർഷം അവാർഡ് കിട്ടി ഇല്ല. ഇപ്പം എല്ലാവരും നിരൂപകരാണ്. ആക്ച്വലി എൻ്റെ ഇടയ്ക്കില്ല ഒരു ഫോൺ ആയിരിക്കത്തില്ല, അഞ്ജനയുടെ ഇല്ല ഫോൺ, എൻ്റെ ടിവിയുടെ കളർ ആയിരിക്കില്ല, വേറെ ടിവിയുടെ. സോ ഞങ്ങൾ എന്താ വിചാരിക്കുക, ഞങ്ങൾ കാണുന്നതാണ് പെർഫെക്റ്റ് എന്ന്. അത് ദാറ്റ്സ് നോട്ട് കറക്റ്റ്. സോ കുഡ് യു ടെൽ മീ ദ ഫിലിംസ് ദാറ്റ് യു വർക്ക്ഡ്? 3 Idiots ഉണ്ടായിരുന്നു, രാവൺ ഉണ്ടായിരുന്നു, മണി സാറിൻ്റെ. അതെല്ലാം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ അടുത്ത് താങ്കൾ ചെയ്തതല്ലാതെ ഒരു ലുക്ക് അപ്പ് ടു ആയിട്ട് തോന്നിയിട്ടുള്ള ഇന്ത്യൻ സിനിമകളിൽ ഏതാണ്? വാട്ട് സംതിങ് ദാറ്റ് യു വുഡ് സജസ്റ്റ് ഫോർ അസ് ഫോർ റെഫറൻസ്? പോസ്റ്റ് കോവിഡ് ഇല്ലെങ്കിൽ കോവിഡിന് തൊട്ട് മുമ്പ് അവിടെ ആയിരുന്നു ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആക്ച്വലി ഇൻ മലയാളം ഇൻഡസ്ട്രി. കളറിങ്ങിന് ഇത്രയും പ്രാധാന്യം കിട്ടുന്നത് ആക്ച്വലി. ആദ്യമായിട്ട് വർക്ക് ചെയ്തത് കാക്കി എന്ന് പറഞ്ഞൊരു പടത്തിലായിരുന്നു, അക്ഷയ് കുമാർ. അത് ഓൾമോസ്റ്റ് ഒരു 6 മാസം മിനിമം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ദ ലാബ് വർക്ക്, പോസ്റ്റ് പ്രൊഡക്ഷൻ. ചുരുളി പോലത്തെ ഒരു ഫിലിം ഗ്രേഡ് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല DSIRA അല്ലെങ്കിൽ കലങ്കാവൽ ചെയ്തത്. ആക്ച്വലി ഒരു എൻഡ് ഓഫ് ദ ഡേ വർക്ക് ചെയ്യുന്ന ടൂൾ സെയിം ആണ്, ഞാൻ കാണുന്ന എൻ്റെ പ്രൊജക്ടർ സെയിം ആണ്, സ്ക്രീൻ സെയിം ആണ്. ബട്ട് ദ ഡിഫറെൻറ്റ് എലിമെൻറ്റ് കംസ് ഫ്രം ദ മൂവി. ആക്ച്വലി മൂവി എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? പൊതുവെ സിനിമയിൽ സ്ക്രിപ്റ്റിങ്, ഡിറക്ഷൻ, ക്യാമറ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, പിന്നെ മ്യൂസിക്, ഈ 5 എലമെൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇതെല്ലാം കൂടി മേർജ് ചെയ്ത് വന്നിട്ടുള്ളൊരു കൾമിനേഷനിൽ ഉണ്ടാകുന്ന ഒരു ക്രിയേറ്റീവ് ഔട്ട്പുട്ടാണ് സിനിമ എന്നാണ് പൊതുവെ ഞാൻ കരുതിയിരുന്നത് 2022 വരെ. 2022 ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം, സണ്ണി വെയിൻ അഭിനയിച്ച, മിഥുൻ മാൻഡൽ പ്രൊഡ്യൂസ് ചെയ്ത ഷോർട്ട് ഫിലിം ബൈനറി എറർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മിഥുനാണ് എന്നോട് പറഞ്ഞത്, ഇതിന് ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ട്, അത് കളറിങ് ആണ്. ലിജോ പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു ടോൺ ഇട്ടു, ആ ടോണിലാണ് എൻ്റെ പടം പുറത്തിറങ്ങുക എന്നായിരുന്നു അതുവരെ ഞാൻ വിചാരിച്ചത്. അന്ന് ഞാൻ പരിചയപ്പെട്ട ആളാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത്, ലിജു പ്രഭാകർ. ലിജു പ്രഭാകറിൻ്റെ അടുത്ത് ഇരുന്ന് ഈ സിനിമേൻ്റെ കളറിങ്ങിൽ വർക്ക് ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഒരു സിനിമയ്ക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മൂഡും ടോണും റൈറ്റർ സെറ്റ് ചെയ്ത് ഡയറക്ടർ എൻവിഷൻ ചെയ്ത് കൺസീവ് ചെയ്യുന്ന ഒരു മൂഡും ടോണും അതിൻ്റെ ഒരു സ്വഭാവവും അതിൻ്റെ ഒരു ആംബിയൻസിനും ഒക്കെ അപ്പുറത്തേക്ക് കളറിങ് കൊണ്ടുവരുന്ന ഒരു എൻഹാൻസിങ് ഉണ്ട് എന്നുള്ളതും അതെന്തുമാത്രം ഇൻ്റഗ്രലാണ് ഒരു സിനിമയ്ക്ക്, സിനിമ ഓഡിയൻസിൻ്റെ മുന്നിൽ എത്തുമ്പോൾ എന്ന് അറിഞ്ഞത്. അതുപോലെ തന്നെ അന്ന് ലിജു പ്രഭാകറിന് 3 സ്റ്റേറ്റ് അവാർഡുണ്ട്. ആ സമയത്തും ഒരു ന്യൂബി ആയിട്ടുള്ള എൻ്റെ അടുത്ത് ദ വേ ഹി ആക്ച്വലി ഹെൽപ്പ് മീ ടു വർക്ക് വിത്ത് ഹിം, ഹൗ വെൽക്കമിങ് ഹി വാസ്, അതൊക്കെ ശരിക്കും ഇപ്പോഴും പറയും, അഞ്ജന സിനിമ ചെയ്ത അഞ്ജനേൻ്റെ പടം ഞാനായിരിക്കും, പൈസ ഒരു പ്രശ്നമല്ല എന്ന് പറയുന്ന ലിജു പ്രഭാകർ. എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഹി ബിലീവ്സ് ഇൻ മീ. അതുപോലെ ഈ പറയുന്ന ന്യൂബികളെ കൃത്യമായി മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ പടങ്ങൾക്ക് കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്ത്, ഐ തിങ്ക് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു വിന്നിങ് ഫാക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 3 സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ, ഇപ്പം കളങ്കാവൽ, DSIRA, അതിനു മുന്നേ ബ്രഹ്മയുഗം, അങ്ങനെ നമ്മൾ എണ്ണിയാൽ തീരാത്തത്ര പടങ്ങൾ 2013 തൊട്ട് മലയാള സിനിമയുടെ കയ്യൊപ്പ് ചാർത്തുന്ന
ലിജു പ്രഭാകരനോട് ഇന്ന് നമുക്ക് സംസാരിക്കാം. വെൽക്കം ടു മലബാർ ജേണൽ. താങ്ക് യു. We are so glad that you are with us. Thank you. That was a very nice introduction. Okay, കുറച്ച് ത്രോ ബാക്ക് ആയിപ്പോയി 2022. I'm also glad that I was waiting for this moment to talk to you. ഇപ്പം ലേറ്റസ്റ്റ് നമുക്ക് കളങ്കാവൽ വെച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാം. അതിൽ സ്പെസിഫിക്കലി എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് യു യൂസ്ഡ് അപ്പാർട്ട് ഫ്രം ഒരു നോർമൽ ത്രില്ലറിൽ നമ്മൾ കാണുന്ന ഒരു കളർ ടോൺ അല്ലെങ്കിൽ ടോണാലിറ്റിയിൽ നിന്ന് മാറി യു യൂസ്ഡ് എ ഡിഫറെൻറ്റ് അപ്രോച്ച് ടു ദ എൻറ്റയർ ഫിലിം. അതൊരു പീരിയഡ് മൂവിയും കൂടിയാണ്. സോ ആ ഒരു വർക്കിംഗ് പ്രോസസ്സ് ഒന്ന് പറയാമോ? എന്ത് സംഭവം എന്ന് പറയാം, ഇതിപ്പം ഈ പ്രൊജക്റ്റിൽ ഞാൻ വരുന്നത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഫൈസൽ അലി, പിന്നെ ഓഫ് കോഴ്സ് മമ്മൂട്ടി കമ്പനി. അപ്പം ഇങ്ങനൊരു പടമാണ്, ഒരു പീരീഡ് ഡ്രാമയാണ്. പക്ഷേ ഭയങ്കര ത്രില്ലിങ് എലിമെൻ്റ് അതിൽ കൂടുതലുണ്ട്. നൈറ്റ്സ് കുറേ ഉണ്ട് അതിൽ. പിന്നെ മമ്മൂക്ക ഹീറോ അല്ല, വില്ലനാണ്. ഇതായിരുന്നു ആദ്യത്തെ എൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്തു, സാധാരണ ഇതുവരെ ഒരു ത്രില്ലർ ഫിലിമിൽ കാണാത്ത വിധത്തിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതായിരുന്നു കുറച്ചൊരു ഹാഷ് കളേഴ്സ്, അതായത് കുറച്ചും കൂടി ബ്രൈറ്റ് റെഡ്. അതായത് മമ്മൂക്ക ഇതുവരെ അങ്ങനെ മമ്മൂക്കനെ കണ്ടില്ല ഞങ്ങൾ. ഈവൻ ബ്രഹ്മയുഗത്തിൽ പോലും നമുക്കൊരു ഗ്രേ ഷെയിലെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും അതിൽ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷനോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു അപ്രോച്ച് ഉണ്ടായില്ല. സോ ദിസ് ഹാസ് ടു ബി ഡിഫറെൻറ്റ്. അപ്പം ഡേ 1 ഇല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങുന്ന മുതൽ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അത് ഇറ്റ്സ് എ പ്രോസസ്സ് ആക്ച്വലി. അപ്പം അതുകൊണ്ട് ആ ഷൂട്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ എടുത്തു വരാൻ പറ്റി. ആക്ച്വലി നമ്മൾ കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റി ഇമേജ് ആയിരിക്കും പോകുന്നത്. നൈറ്റ്സ് പക്ക നൈറ്റ്, അതായത് ഭയങ്കര ഫേസ് കാണണം എന്നാൽ അധികം ഡീറ്റെയിലും ഉണ്ടാവരുത്. നമുക്കിടെ ആ ഒരു എക്സ്പ്രഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആംബിയൻസ് ആണ്. സോ അതായിരുന്നു മെയിനായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്തത്. പിന്നെ ഇതിൽ ഫിലിം കണ്ടാൽ മനസ്സിലാവും, സ്റ്റാർട്ടിങ്ങിൽ മമ്മൂക്കനെ കാണിക്കുന്ന ആ സീൻ, റെഡ് എലിമെൻറ്റ് അതിൽ ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ് ആക്ച്വലി. ഈവൻ ആ വാൾസ് ഓഫ് ദ ഹൗസ് കറക്റ്റ്, ഭയങ്കര ലിറ്റപ്പ് ആയിരുന്നില്ല. നിങ്ങൾ അത് ഡ്രോ ചെയ്ത് എവിടെയാണ് ആവശ്യമില്ലത് അവിടെ മാത്രമേ കാണിക്കുന്നുണ്ടായിട്ടില്ല ആക്ച്വലി. അപ്പം പിന്നെ അതേപോലെ അതിൻ്റെ നൈറ്റ് എക്സ്റ്റീരിയർ നമുക്കിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. കാറിൽ പോയിട്ട് സൈനൈഡ് കൊടുക്കുന്ന ഒരു ബെഗറിന് കൊടുക്കുന്നത്. അപ്പം അവിടെ ഞങ്ങളൊരു ഒരു ഭയങ്കര ഹാഷായിട്ടുള്ളൊരു യെല്ലോ ടോണായിരുന്നു കൂടുതൽ എംഫസൈസ്. യെല്ലോ ഉണ്ടായിരുന്നു പ്ലസ് റെഡ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു അതിൽ കൂടുതലുണ്ടായത്. പിന്നെ അതേപോലെ അതിൻ്റെ ഡേ എക്സ്റ്റീരിയേഴ്സ് കുറച്ചും കൂടി ഇതൊരു പീരിയഡ്, ഒരു കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. മൊബൈൽ ഫോൺ ഇല്ല, ജസ്റ്റ് സ്റ്റാർട്ടഡ് ആ ഒരു ഇതിൽ. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു നോർമൽ ടോണിലാണ് ചെറുതായിട്ടൊരു കുറച്ചൊരു യെല്ലോ വോം, ആ ഒരു ഡീസായിട്ട് ഒരു മ്യൂട്ടഡ് കളേഴ്സ് ആയിരുന്നു കൂടുതൽ അതിൽ പോയത് ആക്ച്വലി. സോ ഡിഡ് യു ആക്ച്വലി ട്രൈ ഔട്ട് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോൾ വേറൊരു ഷെയ്ഡോ അങ്ങനെ എന്തെങ്കിലും മാറിയിരുന്നോ, അതോ ഇൻ ടോട്ടൽ യു ഫോളോഡ് ദിസ് ഒരു ഡീപ്പ് റെഡ് ട്രേറ്റ് അങ്ങനെ? That depends on the what you call scenes actually. മമ്മൂക്കയുടെ നൈറ്റ്സ് മോസ്റ്റ്ലി അങ്ങനെയാണ് പോയത്. മമ്മൂക്കയുടെ വീട്ടിൻ്റെ ഉള്ളിലത്തെ പുള്ളി വരയ്ക്കുന്ന ഇത് അതിലെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. അതെ. അപ്പം ഞാനും സിനിമാറ്റോഗ്രാഫർ ഫൈസൽ അലിയും ടച്ചിലുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെയാണ് വെക്കാൻ പോകുന്നത്. പുള്ളി ആദ്യം തന്നെ അതാണ് ഇപ്പം ഞങ്ങളൊരു ഫിലിം ഈ ഒരു വേർഷൻ, ഒരു ഡയറക്ടറുടെ ഒരു വേർഷൻ എൻഡ് ഓഫ് ദി ഡേ ഒരു പ്രേക്ഷകരുടെ അടുത്ത് എത്തുമ്പം കുറേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ ആ പ്രോസസ്സ് എല്ലാം ഒരു ചെയിനാണ് ആക്ച്വലി. സോ ആ ചെയിൻ കൂട്ടി യോജിക്കണം. എവരി വൺ ഷുഡ് ബി ഇൻ സിംഗിൾ ലാസ്റ്റത്തെ ഫൈനൽ ടച്ച് ചെയ്യുന്നത്. അതെ. അപ്പം ആദ്യത്തെ ആ ചെയിനിൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റിൽ തന്നെ അത് മാറിക്കിടക്കുന്നുണ്ടെങ്കിൽ ഫൈനലിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി. സോ വി നീഡ് ടു ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് വാട്ട് എക്സാക്ട്ലി ആർ വി ഡൂയിങ്. അപ്പം അതെങ്ങനെ ഉണ്ടാകുമ്പോൾ വളരെ ഈസിയാണ് ഒരു ഫിലിം മേക്കിംഗ് ആക്ച്വലി. ഒരു എൻഡ് പ്രോഡക്റ്റ് ഒരു പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പം അത് നല്ല സ്മൂത്തായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ കളങ്കാവിൽ ത്രില്ലർ, ഒരു ക്രൈം ത്രില്ലർ, അതിന് തൊട്ട് മുന്നേ ഡൈസീറ ഉണ്ടായിരുന്നു, അതൊരു ഹൊറർ ത്രില്ലർ. സോ ഡൈസീറയിൽ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു? ആൻഡ് യു ഹാവ് എ ഹിസ്റ്ററി ഓഫ് വർക്കിംഗ് വിത്ത് ദ ഡയറക്ടർ. കറക്റ്റ്. രാഹുലിൻ്റെ വെരി ഫസ്റ്റ് ഫിലിം ഐ തിങ്ക് 2013 റെഡ് റെയിൻ. അപ്പം ഐ ഹാവ് എ വെരി നൈസ് റെപ്പോ വിത്ത് ഹിം ആക്ച്വലി. അപ്പം പുള്ളി ഐ എം വെരി സോ ഹാപ്പി ദാറ്റ് ഹീ ഈസ് ഓവർ ഇൻ ദിസ് പൊസിഷൻ. അപ്പം ഡി എസ് ഇറ
ഇങ്ങനെയാണ് അത് ആദ്യത്തെ ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ ഭൂതകാലം പോലെ ഉണ്ടാവരുത്. ഒരേ ജേണർ ആണെങ്കിലും ഇറ്റ് ഷുഡൻ ലുക്ക് ലൈക്ക് ഭൂതകാലം. അപ്പം അത് ഒരു വലിയൊരു ചാലഞ്ചായിരുന്നു, എക്സ്പെഷ്യലി ദ നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് എങ്ങനെ കാണിക്കാനാണ്, ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെ ഉണ്ടാവണം. പക്ഷേ അതിൽ ആ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ അത് അതേപോലെ ഉണ്ടാവരുത്. സോ ഹോപ്പ്ഫുള്ളി ഐ ഹവ് ഡൺ ജസ്റ്റിസ് ടു ദ മൂവി, ജസ്റ്റിസ് ടു ഹിം. ഇറ്റ് വർക്ക്ഡ്. That's what the results are. Correct. So രാഹുലിൻ്റെ കൂടെ വർക്ക് ചെയ്തത്, യു മൈറ്റ് ഹാവ് സ്പോക്കൺ ദിസ് ഇൻ മെനി അതർ പ്ലേസസ്, പക്ഷേ രാഹുലിൻ്റെ കൂടെ വർക്ക് ചെയ്തതിൽ എല്ലാത്തിലും ഒരു ത്രില്ലർ എലമെൻറ്റ് തന്നെയായിരുന്നു. രാഹുലിനൊരു ഈ ഒരു ജോണറിനകത്തൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ മിഥുൻ്റെ കൂടെ 5-ാം പാതിര ചെയ്തു. ഒരു ത്രില്ലർ സീരീസിൽ തന്നെ ഇപ്പോൾ നമ്മൾ ചുരുളി മാജിക്കൽ റിയലിസം ഒക്കെ ഉള്ളൊരു സിനിമയാണ് എന്ന് പറയുമ്പോഴും അതിനകത്തും ഒരു ചെറിയൊരു ഇൻട്രിഗ്യൂയിങ് ത്രില്ലർ എലമെൻ്റ് ഉണ്ട്. ശരിക്കും ഒരു ത്രില്ലർ ഡ്രാമ എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്തും ഇതിലൊക്കെ പക്ഷേ ഒരു ലിജു പ്രഭാകർ ആണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ളൊരു സിഗ്നേച്ചറിന് പകരം എവറിത്തിങ് ഈസ് യുണീക്ക് ആൻഡ് ഡിഫറെൻറ്റ്. ഹൗ ഡു യു മാനേജ് ദാറ്റ്? It all depends on the movie actually. What kind of movie are we working? അപ്പം ചുരുളി പോലത്തെ ഒരു ഫിലിം ഗ്രേഡ് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല DSRA അല്ലെങ്കിൽ കളങ്കാവൽ ചെയ്തത് ആക്ച്വലി. ഒരു എൻഡ് ഓഫ് ദ ഡേ വർക്ക് ചെയ്യുന്ന ടൂൾ സെയിം ആണ്, ഞാൻ കാണുന്ന എൻ്റെ പ്രൊജക്ടർ സെയിം ആണ്, സ്ക്രീൻ സെയിം ആണ്. ബട്ട് ദ ഡിഫറെൻറ്റ് എലിമെൻറ്റ് കംസ് ഫ്രം ദ മൂവി ആക്ച്വലി. മൂവി എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം ഉദാഹരണത്തിന് ഹൃദയം ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു ഭൂതകാലവും ചെയ്തത്. ദേ ബോത്ത് റിലീസ് ഓൺ ദ സെയിം ഡേ ആക്ച്വലി. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോഴും ധീരമുണ്ടായിരുന്നു, റൈഡ് കഴിഞ്ഞ ആഴ്ച 3 ഫിലിം. സോ ഞങ്ങൾക്ക് സ്വിച്ച് ഓൺ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് വെൻ യു വർക്കിംഗ് ഓൺ മൾട്ടിപ്പിൾ പ്രോജക്ട്സ്. പക്ഷേ അത് ജസ്റ്റ് ബിക്കോസ് വി ആർ യൂസ് ടു ദിസ്, മേ ബി ആദ്യത്തെ 5-10 മിനിറ്റ് ഞങ്ങൾക്ക് കുറച്ചൊരു ഡിഫറൻസ് ഫീൽ ചെയ്യിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വൺസ് യു ആർ ഇൻ ടു ദിസ് ഇറ്റ് ഗോസ്. അതൊരു ആ പ്രോസസ്സിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആക്ച്വലി. ശരിക്കും പ്രീ പ്രൊഡക്ഷനിൽ തന്നെ ഇതിൻ്റെ യു ആർ ഇൻവോൾവ് ഇൻ ഫിലിംസ്? നോട്ട് ഓൾ ഫിലിം ബട്ട് ഫ്യൂ ഫിലിംസ്. അപ്പം അത് അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ആക്ച്വലി. അതായത് ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും തമ്മിൽ ആ ഒരു ബോണ്ട് എങ്ങനെയാണ്, അതേപോലെ ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും കളറിസ്റ്റും കൂടി ആ ബോണ്ട് അവിടെ തന്നെ, അതായത് സ്റ്റാർട്ടിങ് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ ഉണ്ടായെങ്കിൽ ഈവൻ ഞാൻ അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, എവറിത്തിങ് ഷുഡ് കം ടുഗദർ ആക്ച്വലി. അത് ശരിക്കും കളങ്കാവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലൂ ടോണിൽ ഹിസ് ഷർട്ട്സ്, മമ്മൂട്ടിയുടെ ഷർട്ട്സിന്റെ കളേഴ്സും ആ വാംത്ത് കൊടുക്കുമ്പോൾ ബ്ലൂ കോംപ്ലിമെൻ്ററി കളേഴ്സ് ആണ് ആക്ച്വലി. അപ്പോൾ അത് ശരിക്കും നമ്മുടെ ഐസിന് നല്ല പ്ലീസിങ് ആണ്. നമുക്ക് എന്താ പറയണ്ടേ, വർക്ക് ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും ആക്ച്വലി. I'm asking about a specific actor when you are working with a specific actor. I know you have also worked with ദൃശ്യം 2 ഒക്കെ ഉണ്ട്, നേരുണ്ട്. പക്ഷെ മമ്മൂട്ടിയുടെ ഇപ്പം ബ്രഹ്മയുഗം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമായിരുന്നു. മമ്മൂട്ടിയുടെ സിനിമകൾക്ക് കളറിങ് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന രീതിയിൽ when I'm asking you a question, how do you answer? വെരി പേഴ്സണൽ തിങ് ആക്ച്വലി. ഞാൻ എന്താ പറയണ്ടേ, കൊച്ചുനാൾ മുതൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക. സോ ഐ മെറ്റ് ഹിം കപ്പിൾ ഓഫ് ടൈംസ് ആക്ച്വലി. സോ നമ്മുടെ ഉള്ളിലൊരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവുമല്ലോ ആക്ച്വലി. അപ്പം അത് ഒബ്വിയസ്ലി സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ചില ഫ്രെയിമുകൾ ശരിക്കും ഞങ്ങളെ മുന്നിൽ സിനിമ എത്തുന്നതിന് മുന്നേ അവസാനം നിങ്ങളെ മുന്നിലാണല്ലോ എത്തുന്നത്. സോ വെൻ യു ആർ വാച്ചിങ് ദിസ് സിനിമ, ചില സീക്വൻസസ് മൈറ്റ് ഹാവ് ആക്ച്വലി സർപ്രൈസ്ഡ് യു ഇൻ സം മൊമെൻറ്റ്സ്. കാതലിലാണെങ്കിലും ഈ ബ്രഹ്മയുഗത്തിലാണെങ്കിലും ഇപ്പം കളങ്കാവലിലാണെങ്കിലും ഒക്കെ. ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയുടെ സാറിൻ്റെ ആദ്യത്തെ ഫിലിം ചെയ്തത് ബാല്യകാലസഖി 2013-14 സമയത്ത്. അതിനു മുമ്പ് ഞാൻ സാറിനെ ഒരു ഷൂട്ടിൽ വെച്ചിട്ട് പണ്ട് ഞാൻ പഠിച്ചുകൊണ്ട് നിൽക്കുമ്പം ചെന്നൈയിൽ വെച്ച് കണ്ടിരുന്നു. സാറിന് ഓർമ്മയില്ല, ഞാനിപ്പം കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഓ അങ്ങനെയായിരുന്നല്ലേ എന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ കയ്യിൽ അതിൻ്റെ സാർ തന്ന ഓട്ടോഗ്രാഫ് ഉണ്ട് ആക്ച്വലി. സോ ഇറ്റ്സ് വെരി ചെറിഷിങ് തിങ് ആക്ച്വലി. സോ ആദ്യമായിട്ട് ബാല്യകാലസഖി ചെയ്യുമ്പം എനിക്ക് അതൊരു ഫാൻ ബോയ്, ഞങ്ങൾ ഇത്രയും ആരാധിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് സ്ക്രീനിൽ ഇല്ല, ഞങ്ങൾ നേരിട്ട് കാണുന്ന ഒരു ഫീലായിരുന്നു ആക്ച്വലി. സോ ഒബ്വിയസ്ലി പിന്നെ അതേപോലെ നമ്മൾ എന്താണ് പടം, ഫിലിം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, എന്താണ് കഥ, അതിനനുസരിച്ചിട്ടാണ് color tone. Same setting. With since I asked about Mammootty because it was Kalangaval, I'm asking about Mohanlal as well, because these are the two big M in this Malayalam industry. So Mohanlal's framesum, when you color, is there anything like
is it very important that who is on the frame? Is that important when we are working? അവരുടെ ഒരു അപ്രോച്ച് ടുവേർഡ്സ് ദ എന്താ പറയുക ഫ്രെയിം ഓർ ദ ഷോട്ട് അത് വ്യത്യസ്തമായിട്ട് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുമ്പോൾ? ഇല്ല, അങ്ങനെ ഇല്ല. സി എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഫൈനൽ ഇമേജിൽ ഫൈനൽ പ്രൊഡക്റ്റാണ്. സി ഞങ്ങൾ എന്താണ് കൊടുക്കുന്നത് അതാണ് പ്രേക്ഷകർ കാണുന്നത് ആക്ച്വലി, ഇത് ബിഗ് സ്ക്രീൻ ഓർ സ്മോൾ സ്ക്രീൻ. അപ്പം ഞങ്ങൾ മാക്സിമം ജസ്റ്റിസ് ചെയ്യുക വേണ്ടത് ആക്ച്വലി. ആ ഇമേജ് എങ്ങനെയാണ് അതിനൊരു നീതി പുലർത്തണം ആക്ച്വലി. ആ ഇമേജ് വാട്ട് എക്സാക്ട്ലി ദറ്റ് ഫ്രെയിം നീഡ്സ്, അതിനെങ്ങനെയാണ് ബെറ്റർമെൻ്റ് ആക്കാൻ പറ്റുക, ആ ഇമേജിനെ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഇല്ല ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആവും. That thought process will be there actually. So how do you pick that one thing? Is it along with the director that you choose? With the director we will be having a narration actually before we start the movie. Once all the timeline is there, we will be talking with both director and cinematographer. അത് കഴിഞ്ഞിട്ട് it's on me actually. So I'll be doing my work. ഞാനൊരു വേർഷൻ ഉണ്ടാക്കും. I mean I'll be coloring my version actually. പിന്നെ അത് കഴിഞ്ഞിട്ട് റിവ്യൂ അവർ റിവ്യൂ ചെയ്യും. സോ ദെൻ ഇറ്റ്സ് എ പ്രോസസ്, ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ് ആക്ച്വലി. സോ ദാറ്റ്സ് ഹൗ വി വർക്ക്. സോ നമ്മൾ ത്രില്ലർ പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കാൻ വന്നത് 2013 മുന്നേ ലിജു പ്രഭാകർ ശരിക്കും ബോളിവുഡിലായിരുന്നല്ലോ. യു വർ ദെയർ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയറിൽ. യു ഹാവ് ഡൺ സോ മെനി ഫിലിംസ് ഇൻ ഹിന്ദി സിനിമ ആൻഡ് ദെൻ യു ഡിസൈഡഡ് ടു കം ബാക്ക് ടു കേരള. അപ്പോൾ ബിഫോർ യു കമ്മിങ് ടു കേരള, what was your journey like? See, it started 2002 it started actually. You did engineering? I did engineering actually, very very long back. I don't even remember what exactly. I was working for a software company for first. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കൊച്ചുനാളിൽ എനിക്ക് സിനിമയോട് ഭയങ്കര തീരാതൊരു പാഷനായിരുന്നു. പക്ഷേ കമ്മിങ് ഫ്രം കണ്ണൂർ ആ സമയത്ത് ഐ മീൻ ഇപ്പോഴത്തെ പോലെ അത്രയും എക്സ്പോഷറോ ഒന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. സോ ഗെറ്റിംഗ് ഇൻ ടു ഫിലിം ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ആക്ച്വലി. Either you need to go to a film school or something, or like you need to have someone who is into മദ്രാസിലേക്ക് വണ്ടി കയറണം. രണ്ടും ഉണ്ടായില്ല. അപ്പം ഇങ്ങനെയായിരുന്നു പ്രസാദ് ഫിലിം ലാബ്സ് യാദൃശ്ചികമായിട്ട് എനിക്ക് ഹിന്ദു പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു, വാണ്ടഡ് ട്രെയിനിങ് എഞ്ചിനീയേഴ്സ്. അപ്പം അങ്ങനെ ഞാനൊരു ദിവസം ബങ്ക് ചെയ്തു, അങ്ങ് പോയി ഗോട്ട് സെലക്റ്റഡ് ആക്ച്വലി. അങ്ങനെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തതാണ് ആക്ച്വലി. പക്ഷേ ആദ്യത്തെ വെരി ഫസ്റ്റ് ഇയർ ഇറ്റ് വാസ് ഫ്രസ്ട്രേറ്റിംഗ്. എന്ന് പറഞ്ഞാൽ ഒരു പണിയുണ്ടായില്ല, ചുമ്മാ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ നല്ലൊരു ജോലി കളഞ്ഞെന്നില്ല ഒരു ഇതുണ്ടായി. ദെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ആക്ച്വലി. ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെലിസിനി എന്ന് പറയുന്നത്, ദാറ്റ് ടൈം ഇറ്റ് വാസ് ഫിലിം ടു വീഡിയോ കൺവേർഷൻ വിത്ത് കളർ കറക്ഷൻ. ആ ഒരു കറക്റ്റ് ആ ഒരു വി ഹാഡ് ടു ഇൻസ്റ്റാൾ വൺ മെഷീൻ ആക്ച്വലി. അപ്പം അന്ന് തുടങ്ങിയ ഒരു ജേണിയാണ് ആക്ച്വലി. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വെരി വെരി ഫ്രാങ്ക് തിങ്, നോട്ട് റിയലി ടു കളേഴ്സ് അറ്റ് ഓൾ. ബോംബെയിൽ ആ സമയത്ത് ഒരു മാസം മുമ്പിൽ റിലീസ് ചെയ്യുന്ന പടത്തിൻ്റെ പോസ്റ്റേഴ്സ് എല്ലാം ഉണ്ടാവും. ദാറ്റ് ഫിലിം വാസ് കമ്മിങ് ഫോർ കളർ കറക്ഷനിൽ ഇതിൻ്റെ പ്രോസസ്സിൽ വിത്ത് ദ ഓഡിയോ. സോ ഐ കുഡ് ടെൽ മൈ ഫ്രണ്ട്സ്, ഇതൊക്കെ ഞാൻ ഈ പടം കണ്ടു, ഇല്ല ഈ പടം വർക്ക് ചെയ്യുന്നത്. സോ ആ 2000 സമയത്തെല്ലാം അത് വലിയൊരു കാര്യമായിരുന്നു. സോ അങ്ങനെ ദാറ്റ് വാസ് മൈ വെരി ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്. പിന്നെ അത് കളർ ചെയ്യുന്ന കണ്ടപ്പോൾ ഇറ്റ് വാസ് വെരി ക്യൂരിയസ് ആക്ച്വലി. അങ്ങനെ എന്താ പറയുക, ഇറ്റ് സ്റ്റാർട്ടഡ് കളറിങ് ചെയ്ത് തുടങ്ങി. ഐ അസിസ്റ്റഡ്. ബട്ട് ഞാൻ ആദ്യം ടെക്നിക്കൽ സൈഡിലായിരുന്നു. അപ്പം എന്നെ ഇതിൽ ഓപ്പറേഷൻ സൈഡിലേക്ക് എനിക്ക് ചാൻസ് കിട്ടിയില്ല. ദേ സെഡ് നോ വി ആർ നോട്ട് ഗോയിങ് ടു ട്രാൻസ്ഫർ യു. ഞാൻ പിന്നെ പറഞ്ഞില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യാം. എനിക്ക് ഇറ്റ്സ് എ വെരി ബോറിംഗ് ജോബ് ആക്ച്വലി. Sorry to say that. What is the technical side of it? ഞാൻ അതിൽ മെയിൻ്റനൻസിലായിരുന്നു ആക്ച്വലി. Okay. അപ്പം ഇത് കഴിഞ്ഞപ്പം they said no, then in that case you need to assist someone, you won't be getting the privilege or something what you were getting till now. I said no. എനിക്ക് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ആക്ച്വലി. അങ്ങനെ I started assisting one colorist actually. ഒരു ഫോറിനർ ഉണ്ടായിരുന്നു. then slowly. So was this coloring അന്നേരം new in India? It was actually, but this process was happening actually, not in a very big stage. അതായത് ടെലിവിഷൻ ആയിരുന്നു മാക്സിമം ഏറ്റവും കൂടുതൽ പോകുന്നുണ്ടത് അറ്റ് ദാറ്റ് ടൈം ഇൻ 2000. പിന്നെയാണ് ഈ ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ് കമ്മിങ്. അതായത് ഞങ്ങൾ വേറൊരു നെഗറ്റീവ് ഉണ്ടാകും. മെയിൻ നെഗറ്റീവ്, മദർ നെഗറ്റീവ്.
ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് നെഗറ്റീവിലാണ്, അതിൻ്റെ ഒരു റിപ്ലിക്ക കളർ വിത്ത് കളർ കറക്റ്റഡ്. ആ ഒരു പ്രോസസ്സാണ് ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി. എന്നിട്ട് തിരിച്ചത് പ്രിൻറ്റിലേക്ക്, അനലോഗ് പ്രിൻ്റ് ആയിരുന്നു ആ സമയത്ത്. ഈവൻ ഡിജിറ്റൽ ഉണ്ടായിരുന്നു, അതും പക്ഷേ ടേപ്പിലായിരുന്നു. ഇത് ഇപ്പോഴത്തെ പോലത്തെ ഇത്രയും ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നില്ല. സോ ഈ ഡിജിറ്റലിലേക്കുള്ള മാറ്റമൊക്കെ വർക്കിൻ്റെ കൂടെ അങ്ങ് മൂവിനായി ആക്ച്വലി. ഐ തിങ്ക് 2005-06 അല്ല, അതിന് മുമ്പ് ഉണ്ടായിരുന്നു. So could you tell me the films that you worked? Many films actually. I don't remember, but a few films for us, like apart from നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ മാത്രമേ. 3 Idiots, of course. ഞാൻ ഇപ്പോഴും വെരി വെരി ബിഗ് ഫാൻ ഓഫ് രാജു ഹിരാനി. എന്നെ കണ്ടാലിപ്പം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 3 Idiots, ഞാൻ അതിൻ്റെ ഷൂട്ട് സെറ്റിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ആമിർ ഖാനെ മീറ്റ് ചെയ്തിട്ടുണ്ടായി. ഇപ്പോഴും എൻ്റെ ഫോണിൽ ഫോട്ടോസ് ഉണ്ട് അതിൻ്റെ സക്സസ് സെലിബ്രേഷനിൽ. എന്താ പറയുക, ആ സമയത്ത് വി വേ ഐ തിങ്ക് ഒരു 5-6 പേരുണ്ടായിരുന്നു ആക്ച്വലി, കളറിസ്റ്റ്, ടെലിസിനി കളറിസ്റ്റ് ആക്ച്വലി. അപ്പം വി വെർ അസൈൻഡ് one മൂവീസ് ആക്ച്വലി. സോ അങ്ങനെ ഐ വാസ് ഇൻ ടു ദിസ് ആക്ച്വലി. 3 Idiots സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ആണ്? ഇല്ല, സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ കെയിം ആഫ്റ്റർ ദാറ്റ് ആക്ച്വലി. ഇപ്പം ഇതെല്ലാം ടെലിസിനി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ആക്ച്വലി. ഇറ്റ്സ് ഫിലിം ടു വീഡിയോ. വാട്ട് ഓവർ യു ഗൈസ് വർ സീയിങ് ഇൻ TV അറ്റ് ദാറ്റ് ടൈം, അത് കളർ ചെയ്യുന്നത് ഞങ്ങളായിരുന്നു. 3 Idiots ഇപ്പോഴും ആ പാട്ടെല്ലാം കളർ ചെയ്ത് ഞാൻ തന്നെയാണ്. TV യിൽ വരുന്നത്, ഫിലിമിലായിരുന്നില്ല. ഓക്കെ, 3 Idiots ഉണ്ടായിരുന്നു, രാവൺ ഉണ്ടായിരുന്നു മണി സാറിൻ്റെ. അതെല്ലാം ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിശാൽ ഭരദ്വാജ് സാറിൻ്റെ കമീനെ, വൺ ഓഫ് മൈ ഫേവറേറ്റ്. അത് ഞാൻ ആദ്യമായിട്ട് ആ ഒരു ഇത്രയും ഡീപ്പായിട്ട് വെക്കാൻ പ്രേരിപ്പിച്ചതും എന്താ പറയുക, കമീനിന്റെ ഒരു കളർ ടോണിലായ ഒരു ഡീപ്പ് റെഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇന്റൻസിറ്റി വളരെ ഡൗൺ ആണ്. ഐ മീൻ ബ്ലാക്ക് ലെവൽസ് ടു ലോ ആക്ച്വലി. അത് അങ്ങനെ തന്നെയായിരുന്നു വേണ്ടത്. അപ്പം ഞാൻ അങ്ങനെ വെക്കുമ്പം എന്താ സംഭവം പറയാം, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ആദ്യം കാണുന്നത് ഞങ്ങളായിരിക്കും. അപ്പം സോ അപ്പം എന്താ പറയുക, ഇപ്പം ഞങ്ങളിപ്പം എന്തെങ്കിലും ഒരു ഷൂട്ട് ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് വരുന്നത് അപ്പം തന്നെ അത് അറിയിക്കണം. അപ്പം ഇത് ഏറ്റവും ഫസ്റ്റ് കാണുന്നത് ഞാനായിരിക്കും, അല്ലെങ്കിൽ ഹൂ ഈസ് ഹാൻഡ്ലിങ് ദാറ്റ് പ്രോജക്റ്റ് ആക്ച്വലി. അതായത് ഫിലിം പ്രോസസ് ചെയ്ത് നെഗറ്റീവ് റെഡിയായി, ദാറ്റ് നെഗറ്റീവ് വെരി ഫസ്റ്റ് പേഴ്സൺ ഹൂ സീയിങ് ഇസ് വി ഗൈസ് ആക്ച്വലി. അപ്പോൾ അതിലെന്തെങ്കിലും സ്ക്രാച്ചോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അതെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യും? ഇല്ല, അതൊരു ക്രൈസിസ് അല്ലേ, പാച്ച് ഷൂട്ട് വെക്കുമോ? പാച്ച് ഷൂട്ടോ ഇല്ലെങ്കിൽ വി നീഡ് ടു ഇൻഫോം ദം. അപ്പം കമീനെ, അപ്പം ആ സമയത്ത് തസദ്ദുഖ് ഹുസൈൻ ആയിരുന്നു ക്യാമറമാൻ. ഹി വാസ് എ ജീനിയസ് ആക്ച്വലി. സോ ഹി യൂസ് ടു കോൾ, ഹി യൂസ് ടു കം. അപ്പം ഹി യൂസ് ടു ടെൽ മീ ലൈക്ക് ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ്, യു ഡോണ്ട് നീഡ് ടു ഡു എനി എക്സാജറേറ്റഡ് തിങ്. ഭയങ്കര ബ്രൈറ്റ് ആക്കണ്ട. ഫിലിം ഈസ് ലൈക്ക്, സി വി വർ ക്വൈറ്റ് ന്യൂ അറ്റ് ദാറ്റ് ടൈം ആക്ച്വലി. പക്ഷേ ഇറ്റ് വാസ് എ വെരി നൈസ് ജേർണി ആക്ച്വലി. അത് മുതലാണ് ഓക്കെ വി ക്യാൻ ഈ ഒരു ഇൻറ്റൻസിറ്റി വെച്ചാലും we can get a good image. ഞാൻ പഠിച്ചത് അതായിരുന്നു ആക്ച്വലി. So then you after that you did student of the year, and student of the year it was a promotion thing like actually from a telecine colorist to a digital intermediate colorist. That's other which DI colorist. DI colorist actually. അപ്പം അത് വിൽ ബി വർക്കിംഗ് ഓൺ എ ബിഗർ തിയേറ്റർ. അപ്പോൾ ഇതുവരെ ഞങ്ങളൊരു ചെറിയ മോണിറ്ററിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി. ഒരു ഹ്യൂജ് മെഷീൻ ഉണ്ട്, അതിൽ നെഗറ്റീവ് ലോഡ് ചെയ്യും, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് മോണിറ്ററിൽ കാണാൻ പറ്റും. ഒരു കാലിബ്രേറ്റഡ് മോണിറ്റർ ആയിരിക്കും, അത് കളർ കറക്റ്റ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഒരു ഡിജിറ്റൽ ടേപ്പ് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ദ പ്രോസസ് ഈസ്. അപ്പോൾ ആ പ്രോസസ് പിന്നെ ആ ടേപ്പ് വെച്ചിട്ടാണ് പിന്നെ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഫൈനൽ വരെ ആ ടേപ്പ് ആയിരിക്കും, ആ കണ്ടന്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് DI ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരു നെഗറ്റീവ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പോകുന്നത്. DI ചെയ്യുന്നില്ലെങ്കിൽ അത് വെച്ചിട്ടാണ് അവർ അനലോഗ് നെഗറ്റീവ് കട്ട് ചെയ്ത് പിന്നെ പ്രിൻ്റ് എടുക്കുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് 2002 ദാറ്റ് എറ. അപ്പം ഈ ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് വന്നപ്പം ഭയങ്കര ഫിലിം മേക്കിംഗ് ഭയങ്കര, അതായത് പ്രോസസ്സ് ഭയങ്കര ഹ്യൂജാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത് കാക്കി എന്ന് പറഞ്ഞൊരു പടത്തിലായിരുന്നു, അക്ഷയ് കുമാർ. അത് ഓൾമോസ്റ്റ് ഒരു 6 മാസം മിനിമം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ദ ലാബ് വർക്ക്, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഇത്രയും ഈ ടെൻഡൻസി, ഈ പ്രോസസ്സ് മൊത്തം തീർക്കാൻ വേണ്ടിയിട്ട് 6 ആയില്ല. ലോട്ട് ഓഫ് ആക്ടേഴ്സ്.
ഐശ്വര്യ റായ് ഐശ്വര്യ റായ്, അജയ് ദേവ്ഗൺ വലിയൊരു സ്റ്റാർ കാസ്റ്റ്, അമിതാഭ് ബച്ചൻ, വലിയൊരു സ്റ്റാർ കാസ്റ്റ്. അപ്പം ഭയങ്കര ഭയങ്കര ഹ്യൂജ് പ്രോസസ്സായിരുന്നു. ഒരു ഫിലിം ഷൂട്ട് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഭയങ്കര സിമ്പിളാണ്. അത് ഈ ഡിജിറ്റൽ എറയിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുന്ന ഡിജിറ്റലാണ്, ഔട്ട്പുട്ട് ഡിജിറ്റലാണ് പോകുന്നത്. സോ ഇറ്റ്സ് വെരി വെരി സിമ്പിൾ ആക്ച്വലി. സിമ്പിൾ. നമ്മൾ 2013 അപ്പോൾ ഞാൻ സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ ആക്ച്വലി. സോ അങ്ങനെ ഫ്രം എ ടെലിസിനി കളറിസ്റ്റ് ടു എ ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്റ് കളറിസ്റ്റ് ഐ ഗോട്ട് പ്രൊമോഷൻ. അപ്പം എന്താ പറയുക, ഞാൻ റിലയൻസ് മീഡിയ വർക്ക്സിലായിരുന്നു, ആഡ് ലാബ്സ്. ആ ഇറയിൽ റിലയൻസ് ആവുന്നതിന് മുന്നേ റിലയൻസ് ആയ സമയത്താണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അതിന് പ്രസാദിലായിരുന്നു, പ്രസാദ് ഫിലിം ലാബ്സ് ബോംബെ. അപ്പം ഇതിൽ എന്താ പറയുന്ന ആഡ് ലാബ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലീഡിങ് മാർക്കറ്റ് ആണ്. ഓൾമോസ്റ്റ് 90% ഓഫ് ദ ഫിലിംസ് ആർ ഹാപ്പനിങ് ഓവർ ദ ബോളിവുഡ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ വ്യാഴാഴ്ചയും നമ്പർ ഓഫ് ഫിലിം പ്രിൻറ്റ്സ് പോകുന്നത് ഹ്യൂജ് ആണ്. ഒരു ബിഗ് റിലീസിൻ്റെ അത്രയും പോകുന്നതാണ്. സോ അവിടുന്ന് ഞങ്ങൾ എനിക്കൊന്ന് 6-7 കളറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു പ്രൊമോഷനായിരുന്നു. അപ്പം സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ എൻ്റെ ഒരു ബിഗ് ഫിലിമായിരുന്നു ആദ്യത്തെ. അതിൽ ഞാനിപ്പം കടപ്പെട്ടിരുന്നത് അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അയങ്ക ബോസ്. പുള്ളിയാണ് ബേസിക്കലി എന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തത് ആക്ച്വലി. പക്ഷേ എൻ്റെ വെരി ഫസ്റ്റ് മൂവി അതായിരുന്നില്ല, പ്രാഗ് എന്ന് പറഞ്ഞിട്ടൊരു പടമായിരുന്നു. അത് 2011 ചെയ്തതാണ്. 2010 ആകുമ്പോൾ തന്നെ ഞാൻ പ്രാഗിലാരാണ്? പ്രാഗിൽ കമീന എന്ന് പറഞ്ഞ പടത്തിലെ വില്ലനായിരുന്നു അതിലത്തെ ഹീറോ. പക്ഷെ അത് ഒരു ഓഫ് ബീറ്റ് ഫിലിമായിരുന്നു. ഇറ്റ് വെന്റ് ടു ഫ്യൂ ഫിലിം ഫെസ്റ്റിവൽസ്. പക്ഷേ അതിലത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് പറഞ്ഞാൽ ആ കളർ ചെയ്ത് അഗെയിൻ ആ സമയത്ത് ഞങ്ങൾ പോസിറ്റീവ് പ്രിൻ്റ് എടുക്കുമല്ലോ. പ്രിൻ്റ് എടുത്ത് അനലോഗ് തിയേറ്ററിൽ കാണും. അനലോഗ് തിയേറ്ററിൽ കണ്ടിട്ട് നമ്മുടെ ലാബ് ചീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫിലിം ജैसा लग रहा है, അതായത് ഫിലിമിനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ. എൻ്റെ ബോസ് കെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാൻ ഇസ് ലുക്കിംഗ് ഗുഡ്. പക്ഷെ അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാട്ടെന്ന് പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്തത് 5Dയിലായിരുന്നു. വെരി സ്മോൾ, ഏറ്റവും ചെറിയ ഫുൾ HD ഷൂട്ട് ചെയ്ത ഒരു പടമായിരുന്നു ആക്ച്വലി. അങ്ങനെ പറയുമ്പോൾ കയറ്റം ഐഫോണിൽ ഷൂട്ട് ചെയ്ത. അതെ, ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ആക്ച്വലി. അതായത് ടൂൾസിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര കുറച്ചും കൂടി ബെറ്റർ ടൂൾസ്, ബെറ്റർ ഇത് വന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്കൊന്ന് അത് ചാപ്പ കുരിശ് ആയിരുന്നു ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു 5D 7D ചെയ്തത്. ആ സമയത്ത് തന്നെ ഇറങ്ങിയൊരു പടമായിരുന്നു. അങ്ങനെ പലർക്കും അറിയത്തില്ല. അത് ഈ പ്രാഗ് എന്ന് പറഞ്ഞ പടം 5D ചെയ്തതാണ്. ഞാനിപ്പോഴും എൻ്റെ ഏതാ വൺ ഓഫ് യുവർ ബെസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും റേറ്റ് ചെയ്യുന്നത് പ്രാഗ് ഉണ്ടാവും. അത് മേ ബി ജസ്റ്റ് ദാറ്റ്സ് മൈ ഫസ്റ്റ് ഫിലിം. ബട്ട് അതിൽ കുറേ ടൊണാലിറ്റി, ഒരാൾ ഹാലൂസിനേറ്റ് ചെയ്ത് പുള്ളിയുടെ ഒരു ജേർണിയാണ് ആ ഫിലിം. ആമസോൺ പ്രൈമിൽ ഇപ്പോഴും ഉണ്ട്, കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കും. അപ്പം അതിൽ ഓരോ സ്ഥലത്തും ഹാലൂസിനേറ്റ് ഡിഫറെൻറ്റ് ടൊണാലിറ്റിയാണ് കൊടുത്തത്. അപ്പം അത് എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ സക്സസ്ഫുള്ളി വന്നിട്ടുണ്ടായി. While you were doing all this successful thing in Bollywood, what made you come back to Kerala? വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി. അത് കുറച്ചൊരു സ്വാർത്ഥത ഉണ്ടായിരുന്നു ആക്ച്വലി. നോട്ട് ബിക്കോസ് ഐ എം ഫെഡ് അപ്പ് വിത്ത് ബോളിവുഡ് ഓർ സംതിങ്. I really love working over really loved the place Bombay. മണി ഫ്ലോയിങ് ഇൻഡസ്ട്രി, ഒരു മണി ഫ്ലോയിങ് ഇൻഡസ്ട്രിയാണ്, ഒരുപാട് ഹാപ്പനിങ് നടക്കുന്ന ഇൻഡസ്ട്രിയാണ്. ബോളിവുഡ് ഈസ് ലൈക്ക് ദ ഹോളിവുഡ്. കറക്റ്റ്. മണി വാസ് ഒബ്വിയസ്ലി ആ ഒരു മണി ഇവിടെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ബട്ട് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ സ്വാർത്ഥത. 2012 ആയിരുന്നു കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കളറിസ്റ്റ് അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് ആക്ച്വലി. സോ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് മൈ വെരി ഫസ്റ്റ് തിങ് ആക്ച്വലി. ഐ വാണ്ടഡ് ടു കം ബാക്ക് ടു കേരള. അടുത്ത വർഷം എനിക്ക് ഒരു അവാർഡ് കിട്ടണം എന്നില്ല. സോ അടുത്ത വർഷം അവാർഡ് കിട്ടി ഇല്ല. ബട്ട് മൈ മൂവീസ് വെദർ ഞാൻ ചെയ്ത പടത്തിനെല്ലാം അവാർഡുകൾ ഉണ്ടായിരുന്നു ആക്ച്വലി. സോ ആ വർഷം 2013 ഞാൻ കേരളത്തിൽ വന്നു. 13 മുതൽ
ഞാൻ കളർ ചെയ്ത പടങ്ങൾ അവാർഡ് ഉണ്ടായിരുന്നു. ബി ഇറ്റ് അൺടു ദ ഡസ്ക്, അസ്തമയങ്ങളിൽ വരെ, അതിൽ ബെസ്റ്റ് ഫിലിം സജിൻ ബാബുയുടെ ബെസ്റ്റ് ഫിലിം ഉണ്ടായിരുന്നു. കന്യക ടാക്കീസ് അതുണ്ടായിരുന്നു. ഗോവ ആ സമയത്ത് 2013 പനോരമയുടെ ഫസ്റ്റ് ഫിലിം ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു. അമീബ, ഓൾമോസ്റ്റ് എല്ലാ വർഷങ്ങളും അവാർഡ് കാറ്റഗറിയിൽ ഐദർ ബെസ്റ്റ് ഡയറക്ടർ ഇല്ല ബെസ്റ്റ് ഫിലിം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡ് ഉണ്ടായിരുന്നു. നോട്ട് ബെസ്റ്റ് കളറിസ്റ്റ് ആക്ച്വലി. സോ അത് ഭയങ്കര കുറച്ച് ആദ്യത്തെ ഒരു 1-2 വർഷം ഡിമോട്ടിവേറ്റിംഗ് ആയിരുന്നു. അയ്യോ, ഞാൻ ഇത്രയും പരിശ്രമിച്ച് കിട്ടിയില്ലല്ലോ. ബട്ട് അഗെയിൻ അതർ സൈഡ് ഓഫ് ദാറ്റ്, അതായത് ഓക്കെ അടുത്ത വർഷം കുറച്ചും കൂടി പരിശ്രമിക്കാം, കുറച്ചും കൂടി ബെറ്റർ ഫിലിം. ആ ഫിലിം 3 സ്റ്റേറ്റ് അവാർഡാണ് വീട്ടിലിരിക്കുന്നത്. അതെ 2013 മുതൽ ട്രൈ ചെയ്തു. 19 ആദ്യം കിട്ടിയത്. 19 കിട്ടി, 20, 21, 3 consecutive years. But all your films which you have worked was പ്രമേയുഗ ആണെങ്കിലും കാതൽ ആണെങ്കിലും ഒക്കെ all have won awards like correct state or national എല്ലാ ലെവലിലും അവാർഡ്സ് കിട്ടി. അതെ, അതിൽ ഇപ്പം ഈവൻ അത് എൻ്റെ ഒരു അവാർഡ് കൂടിയായിട്ടാണ് ഞാൻ എൻ്റെ ഒരു അവാർഡ് കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ച്വലി യുവർ കോൺട്രിബ്യൂഷൻ ഈസ് ഓൾസോ ദേർ. കറക്റ്റ് എന്താ പറയുക, പ്രേക്ഷകർ എന്താ കാണുന്നത്, അത് ഞാൻ ചെയ്ത ഒരു ഔട്ട്പുട്ടാണ് കാണുന്നത് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക, മനസ്സിൽ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് ആക്ച്വലി. സോ ഹൗ മച്ച് ഇസ് പീപ്പിൾ ഇൻ കേരള അവെയർ അബൌട്ട് ഈ ഒരു കളറിങ്ങിൻ്റെ ആസ്പെക്ട് സിനിമയിൽ? ഇറ്റ് വാസ് വെരി ലോ ആക്ച്വലി. ഈവൻ ദ ടെക്നിക്കൽ പേഴ്സൺസ് ലൈക്ക് ഫിലിം മേക്കേഴ്സും സിനിമ ഇൻഡസ്ട്രിക്കകത്തും അവയർനെസ് കുറവായിരുന്നോ? ഇപ്പം നന്നായിട്ടുണ്ട് ആക്ച്വലി. ഇറ്റ് സ്റ്റാർട്ടഡ് ഐ തിങ്ക് ഫ്രം പോസ്റ്റ് കോവിഡ്, ഇല്ലെങ്കിൽ കോവിഡിന് തൊട്ട് മുമ്പ് അവിടെ ആയിരുന്നു ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആക്ച്വലി ഇൻ മലയാളം ഇൻഡസ്ട്രി. കളറിങ്ങിന് ഇത്രയും പ്രാധാന്യം കിട്ടുന്നത് ആക്ച്വലി. അതെ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ വന്ന എൻ്റെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് പറയുന്നത് അഞ്ചാം പാതിരയായിരുന്നു ആക്ച്വലി. അപ്പം അതിൽ ഏറ്റവും അഞ്ചാം പാതിരയിൽ ഞാൻ എപ്പോഴും ഓർക്കണ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മൂഡ് കംപ്ലീറ്റ്ലി നമ്മളിങ്ങനെ ഒരു ശരിക്കും ഒരു മഞ്ഞ് മലയോരത്തേക്ക് പോയ പോലത്തെ ഒരു ഫീലിലേക്ക് വരുന്നത്. അതിനകത്ത് കളർ ടോണിനൊരു അതിലേറ്റവും കടപ്പെട്ടത് ഷൈജു കാലത്തിനായിരുന്നു. ഷൈജുക്ക് ആയിരുന്നു അതിലേറ്റവും അതങ്ങ് പുള്ളി അങ്ങനെ എടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഔട്ട്പുട്ട് വന്നത് ആക്ച്വലി. അതേപോലെ എല്ലാ ഇതിലും ഇപ്പം ചുരുളിയാണെങ്കിലും മധുവേട്ടൻ. സോ സിനിമാറ്റോഗ്രാഫർ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും ആക്ച്വലി. സോ പിന്നെ ആ ഒരു റാപ്പോ ആണ് ആക്ച്വലി. നമുക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ ഇങ്ങനൊരു ഔട്ട് ഇല്ല, ഇങ്ങനൊരു ടൊണാലിറ്റി എടുക്കാൻ പറ്റുന്നില്ല, ഒരു റാപ്പോ ഉണ്ടെങ്കിൽ. നമ്മൾ ഈ ടോണിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുക. ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ത്രില്ലറിനൊരു മൂഡുണ്ട്, ഒരു ഹാപ്പി ഫിലിംസിന് ഇപ്പോൾ 3 Idiots പോലത്തെ ഒരു സിനിമയാണെങ്കിൽ അതിന് വേറൊരു മൂഡുണ്ട്. അങ്ങനെ ശരിക്കും നമ്മൾ സ്വയം മലയാളികളോ അല്ലെങ്കിൽ വ്യൂവേഴ്സിൻ്റെ ഒരു വ്യൂവിങ് സെൻസിബിലിറ്റിയിലോ ഓൾറെഡി ഒരു അണ്ടർസ്റ്റാൻഡിങ് ടോൺ ഉണ്ടല്ലോ. യെല്ലോ ഈസ് എ ബ്രൈറ്റ് ടോൺ, അല്ലെങ്കിൽ റെഡ് ഇസ് എ ലിറ്റിൽ ഡേഞ്ചറസ് ടോൺ, ഓർ റെഡ് ആൻഡ് ബ്ലാക്ക് മീൻസ് ദർ ഇസ് സംതിങ് ദാറ്റ് വി നീഡ് ടു വെയിറ്റ് ഫോർ എന്നൊക്കെ പറയുന്ന പോലത്തെ നമ്മൾ ഓൾറെഡി നമ്മുടെ സെൻസിബിലിറ്റീസിലേക്ക് അങ്ങനത്തെ കുറച്ച് സ്റ്റീരിയോ ടൈപ്സ് വന്നു കഴിഞ്ഞു. അപ്പം ആ ഒരു മെത്തേഡിൽ അങ്ങനെ ഒരു സെനാറിയോ ഉള്ളപ്പോൾ ഹൗ ഡു യു ട്രൈ ടു ബ്രേക്ക് ഇറ്റ്? ഡു യു ആക്ച്വലി ട്രൈ ടു ബ്രേക്ക് ഇറ്റ്? ഇപ്പോൾ കളങ്കാവലിലൊരു ബ്രേക്കിംഗ് ഇത് നോക്കി. ബ്രഹ്മയുഗം ഇസ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്രഹ്മയുഗം ഏറ്റവും ആദ്യം ഞാൻ എതിർത്ത ഒരു വ്യക്തിയായിരുന്നു ആക്ച്വലി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറ്റില്ല എന്ന് ഏറ്റവും ആദ്യം എതിർത്ത വ്യക്തിയായിരുന്നു ഞാൻ ആക്ച്വലി. ബ്രഹ്മയുഗത്തിൻ്റെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് അതിൻ്റെ USP ആക്ച്വലി. അത് ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇങ്ങനൊരു പ്രോസസ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പം അതൊരു വലിയൊരു റിസ്ക് ടേക്കിംഗ് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറും കൂടി ആയിരുന്നു. ഒബ്വിയസ്ലി 100% കറക്റ്റ് എന്ന് പറയാം. അതിലത്തെ സ്റ്റോറി ഇല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെയാണ് സീക്വൻസ് വരുന്നത്. അപ്പോൾ വെരി ഫസ്റ്റ് സീക്വൻസ് ഡേ 4 നൈറ്റാണ്. അപ്പോൾ ഡേ 4 നൈറ്റിൽ അതായത് ഡെയിലി ഷൂട്ട് ചെയ്ത് ഞങ്ങൾ നൈറ്റായിട്ട് കാണിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ഇപ്പം കളേഴ്സ് എലിമെൻ്റ് ആണ് അതിനൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവ് എലിമെൻറ്റ്സ് ആക്ച്വലി. അപ്പോൾ അതിൽ കളേഴ്സ് ഇല്ലെങ്കിൽ എങ്ങനെ ബ്ലാക്കും വൈറ്റും ഗ്രേയും വെച്ചിട്ട് എങ്ങനെ ഇതാക്കണം. അപ്പം ഞാൻ ഭയങ്കര എതിർത്തായിരുന്നു. പറ്റില്ല, അത് വി ക്യാൻ ഗീവ് സം ടോൺ. എന്തായാലും ഒരു സെപ്പിയല്ല ഒരു ടോൺ കൊടുക്കണം എന്നില്ല, കളറിൽ തന്നെ പോകണം എന്നില്ല. പക്ഷേ ഞങ്ങൾ ടെസ്റ്റ് ഷൂട്ട് ചെയ്തു, അത് വലിയ സ്ക്രീനിൽ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ. പക്ഷെ പൊതുവെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ പറയുന്നതായിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി ഈസ് ദ ബെസ്റ്റ്. ഒരു പ്രൊഫൈലൊക്കെ
കൃത്യമായിട്ട് വരാൻ. അതെ അതെ. പക്ഷേ നമ്മളൊരു മൂവി ഒരു രണ്ട് മണിക്കൂർ ഇല്ലേ 2.5 മണിക്കൂർ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ഞങ്ങളുടെ കണ്ണിന് തന്നെ ഒരു ഭയങ്കര സ്ട്രെയിനിങ് ഫാക്ടറാണ്. പിന്നെ ഈ നമ്മുടെ ഈ ജനറേഷനിൽ ആരും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുൾ ഫീച്ചർ ഫിലിം ഒരു 2.5 മണിക്കൂർ വലിയ സ്ക്രീനിൽ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടു, ആക്സെപ്റ്റ് ചെയ്തു, സക്സസ് ആയി. അതെ അതെ അതെ. ഞങ്ങൾ ബിറ്റ്സ് ആൻഡ് പീസസിൽ ഒരു ഫ്ലാഷ് ബാക്ക് വേണ്ടത് ചിലപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ത്രൂ ഔട്ട് ദ ഫിലിം പിന്നെ മമ്മൂക്കനെ പോലെ ഒരു വലിയൊരു ആക്ടറിനെ അങ്ങനെ ഒരു കളറില്ലാണ്ട് കാണുന്നത് വലിയൊരു ചാലഞ്ചായിരുന്നു ആക്ച്വലി. പക്ഷെ അത് ഞങ്ങൾ ടെസ്റ്റ് ഷൂട്ട് ചെയ്തു, അത് പ്രൊജക്റ്റ് ചെയ്തു, വലിയ സ്ക്രീനിൽ കണ്ടു. അപ്പോഴാണ് എല്ലാവരും കോൺഫിഡൻ്റ് ആയത് ആക്ച്വലി. ഞാൻ എക്സ്പെഷ്യലി കോൺഫിഡൻ്റ് ആയത്. ഇല്ല ഓക്കെ ഫൈൻ ചെയ്യാൻ പറ്റും എന്താ പറയുക. കറക്റ്റ്. അത് കളറിൽ കാണാനേ പറ്റില്ല ഇപ്പം. സോ കമ്മിങ് ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ, ഞാൻ ചോദിച്ചത് ഈ ഒരു ടോണിനൊരു പാറ്റേൺ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഹാപ്പി, സാഡ് ഓർ ത്രില്ലർ ആൻഡ് ഓൾ. അങ്ങനത്തെ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡു യു ട്രൈ കോൺഷ്യസ്ലി ഓർ ലൈക്ക് ഡു യു ഫോളോ ദ ടിപ്പിക്കൽ ഫോർമുലാസ്? Typical formulas will be there actually, because the word consistency, ഒരു കളറിസ്റ്റിൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരു ഫിൽമോഗ്രാഫിയിൽ ദിസ് പർട്ടിക്കുലർ വേർഡ് മീൻസ് എ ലോട്ട് ആക്ച്വലി. ബിക്കോസ് ഡ്യൂറിങ് അവർ ഇനീഷ്യൽ ഡേയ്സ് ഹൗ എ കളറിസ്റ്റ് ഈസ് ബീൻ ജഡ്ജ് ഈസ് വിത്ത് ദിസ് വേർഡ് കൺസിസ്റ്റൻസി. എന്താ പറയുക, നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അൺലിമിറ്റഡ് ഡേയ്സിലായിരിക്കും, ഇല്ലെങ്കിൽ അൺലിമിറ്റഡ് കണ്ടീഷൻസിലായിരിക്കും. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസിലുണ്ടാവും. പക്ഷെ അതെല്ലാം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആസ് എ ഒരു പ്രേക്ഷകൻ, ആസ് എൻ ഓഡിയൻ അത് അറിയേണ്ട ആവശ്യമില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ഹൗ യു ഷോട്ട്, whatever it is. When a person is spending 100 rupees or 200 rupees in a theatre, he wanted to see a movie from first frame, ആദ്യത്തെ മിനിറ്റ് മുതൽ ലാസ്റ്റ് മിനിറ്റ് വരെ ഒരേപോലെ ഇരിക്കണം. See, irrespective of the mood, irrespective of what exactly is happening in the movie, കാണുമ്പം കണ്ണിന് ഒരു ഹാർഷ്നെസ്സോ ഇല്ല, ഒരു കണ്ണിന് അടിക്കരുത് ആക്ച്വലി. അപ്പോൾ ഒരു കളറിസ്റ്റിൻ്റെ മെയിൻ പ്രധാനം ഒരു വർക്ക് പ്രൊഫൈലിൽ ചെയ്യുന്ന കാര്യമാണ് ഇത്. അതായത് നമ്മൾ ആദ്യത്തെ ഫ്രെയിം മുതൽ ലാസ്റ്റിലത്തെ ഫ്രെയിം വരെ ഒരേപോലെ ഉണ്ടാവണം. പക്ഷെ അതിൽ നടുക്ക് നമുക്ക് ജേണി എങ്ങനെയാണ്, ക്യാരക്ടർ എങ്ങനെയാണ് പോകുന്നത്, ഇല്ലെങ്കിൽ മൂഡ് എങ്ങനെയാണ്, പടം എങ്ങനെയാണ് പോകുന്നത്, അതിനനുസരിച്ച് വി ക്യാൻ ഹാവ് എൻ അപ്പ് ആൻഡ് ഡൗൺ ഓർ സംതിങ്. ബട്ട് ത്രൂ ഔട്ട് ദിസ് തിങ് ദറ്റ് ഗ്രാഫ് ഷുഡ് ബി വെരി കോൺസ്റ്റൻറ്റ് ആക്ച്വലി. അതിന് നടുക്കിപ്പം നമ്മളൊരു സാഡ് സീൻ വരുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കീപ് എ ടോൺ which is relevant to that, but has to follow the same protocol, has to follow the same എന്താ പറയുക, നമ്മൾ എന്താണ്, see there are few rules, there are few technical parameters, there are few thing which we need to follow, that has to be done. അതിൻ്റെ ഉള്ളിലാണ് ഈ കാര്യം. ഇപ്പോൾ ഒരു സാഡ് സീൻ വരുന്നുണ്ടെങ്കിൽ we can't make it a brighter thing, or we can't make even property can't be a bright thing. ഇത് ചോദിച്ചപ്പോൾ വെസ് ആൻഡേഴ്സന്റെ പടങ്ങൾ അതിലെപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സാഡിലായിരിക്കും നേരെ ഓപ്പോസിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കളർ ടോൺ ഉണ്ടാവുക. ഞാൻ അതിൽ ഒരു വെബ് സീരീസിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. വെരി ഫസ്റ്റ് വെബ് സീരീസ് ഓഫ് ഹോട്ട്സ്റ്റാർ, മാസ്റ്റർ പീസ്. ഓക്കെ, ഷറഫുദ്ദീനും നിത്യമേനനും. അതൊരു വെസ് ആൻഡേഴ്സന്റെ ഒരു ഐഡിയ, കളർ ടോൺ അമേലിയുടെ ഒക്കെ ഒരു ഫീൽ, ബ്രൈറ്റ് യെല്ലോ, റെഡ്. അപ്പം അത് അങ്ങനെ ഒരു പാറ്റേൺ. സി ഓൾ ഡിപ്പെൻസ്. ഞങ്ങൾക്കിപ്പം പടം എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണ്. സി ഇപ്പോൾ ഇതൊരു പ്രോട്ടോകോൾ ബ്രേക്ക് ചെയ്തതായിരുന്നു ആക്ച്വലി. അങ്ങനത്തെ ഒരു സ്റ്റോറി ആയിരുന്നു. ഇറ്റ് റിയലി വർക്ക് വെൽ ആക്ച്വലി. അപ്പം ആ ഒരു സീരീസ് കുറച്ചും കൂടി ഒരു മ്യൂട്ടഡ് കളേഴ്സോ ഇല്ലെങ്കിൽ വേറെ രീതിയിൽ വെച്ചാൽ ഇറ്റ് വുഡന്റ് ബീൻ എൻ്റയർ സ്വഭാവം മാറിപ്പോയായിരുന്നു ആക്ച്വലി. അത് ഒരു 2 ഫ്ലാറ്റിൽ നടക്കുന്ന കഥയാണ്, ഇല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ മേജോറിറ്റി നടക്കുന്നതാണ്. അപ്പം ഞങ്ങൾ സീരീസ് ആകുമ്പോൾ ഞങ്ങൾ ഫോണിൽ തന്നെയായിരിക്കും. അരമണിക്കൂർ ഇല്ലെങ്കിൽ 3/4 മണിക്കൂർ ഒരേപോലെ ഒരേ സ്ഥലത്ത് വേറെ രീതിയിൽ കാണാൻ പറ്റുന്നില്ല ആക്ച്വലി. അപ്പോൾ ആ ഒരു ബ്രൈറ്റ് ആൻഡേഴ്സൺ ഒരു ടച്ച് അതിന് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യു സെഡ് യു വർ ആക്ച്വലി കളറിങ് ഇനീഷ്യലി ഫോർ ടെലിവിഷൻ്റെ സിനിമയുടെ ടെലിവിഷൻ കോപ്പിക്ക് വേണ്ടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷം യു ആർ ഡൂയിങ് ഓൺ ഫോർ ബിഗ് സ്ക്രീൻ, സിൽവർ സ്ക്രീൻ ഓർ ദ സ്ക്രീൻ, അതിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ കോവിഡിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളൊരു ബൂം എന്ന് പറയുന്നത് OTT ബൂമാണ്. അപ്പോൾ യു ഹാവ് ബീൻ ഡൂയിങ്, ഇപ്പോൾ ഈ പറഞ്ഞ ഡിസ്നി ഹോട്ട്സ്റ്റാറിലുണ്ടായ പടം പോലെ തന്നെ
വെബ് സീരീസ് പോലെ തന്നെ യു ഹാവ് ബീൻ ഡൂയിങ്. ഇപ്പം ലേറ്റസ്റ്റ് ഒരെണ്ണം കൂടി യു ആർ ഡൂയിങ്. ഹൗ ഇസ് ദ സെൻസിബിലിറ്റി ചേഞ്ചിങ് ഇൻ ദാറ്റ്? അപ്രോച്ച് എങ്ങനെയാണ് മാറണത്? വെരി എൻഡ് പ്രൊഡക്റ്റ് ഇതുവരെ, അതായത് ബിഫോർ കോവിഡ് നമ്മുടെ എല്ലാം ബിഗ് സ്ക്രീൻ ആയിരുന്നു ആക്ച്വലി. നമ്മൾ അതിന് സെർട്ടൻ പാരാമീറ്റേഴ്സ് ആക്ച്വലി വി നീഡ് ടു ഫിറ്റ് ഇൻ ടു ദാറ്റ്. കളർ ചെയ്യുക, ഞങ്ങൾക്ക് എൻഡ് പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് വലിയ സ്ക്രീനിൽ കാണും, ഇല്ലെങ്കിൽ മാസ്റ്റർ ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് കാണാം, നല്ല തിയേറ്ററിൽ അത് റീപ്രൊഡ്യൂസ് കിട്ടും. അത് കഴിഞ്ഞു, അതിൻ്റെ ഒരു ജേർണി കഴിഞ്ഞു ആക്ച്വലി. ബട്ട് നൗ ആഫ്റ്റർ പോസ്റ്റ് കോവിഡ്, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഈ ഡിജിറ്റൽ ഏരിയ കുറച്ചും കൂടി ഇതായപ്പം OTT ഭയങ്കര ബൂമിങ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് നമ്പർ ഓഫ് ഡെലിവറബിൾസ് കൂടി ആക്ച്വലി. ശരിക്കും OTT ആൻഡ് ടെലിസിനി സിമിലാരിറ്റി ഉണ്ടോ? ഞാൻ ചോദിച്ചത് ഈ ഷോർട്സ് ഒക്കെ നമ്മൾക്ക് ശരിക്കും ഒരു മിഡ് ഷോട്ടുകളും വെരി ക്ലോസപ്സും അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലേ? ലോങ് ഷോർട്സ് ഒക്കെ നമ്മൾ സിനിമേനേക്കാളും വ്യത്യസ്തമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ആസ്പെക്ട് ഉള്ളതുപോലെ അങ്ങനെയില്ല ആക്ച്വലി. നമ്മളിപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറയാം, ആ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്കാണ് നമ്മുടെ വ്യൂയിങ് പോകുന്നത്. സോ ആ ഒരു മീഡിയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും നിരൂപകരാണ്. they can see in their own mobile small screens actually. അപ്പം we need to satisfy each and every person actually. അപ്പം അതിനാണ് ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു OTT ഇപ്പം 5-6 ബിഗർ OTTs സ്ക്രീൻസ് അത് പ്ലാറ്റ്ഫോംസ് അത്, അപ്പം അവർക്ക് അവരുടേതായ പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ വി നീഡ് ടു ഫുൾഫിൽ ദാറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു QC പ്രോസസ്സ് നടക്കുന്നുണ്ടാവും. അപ്പോൾ അത് AI സോഫ്റ്റ്വെയർ തന്നെയാണ് പ്രോസസ് ചെയ്യുന്നത്. അപ്പം വി നീഡ് ടു പാസ് ദാറ്റ് ഓൾസോ. അപ്പോൾ അതാണ് അടുത്തൊരു ചാലഞ്ച് ആക്ച്വലി. നമ്മുടെ സിൽവർ സ്ക്രീൻ കഴിഞ്ഞിട്ടില്ല ഇത്. അപ്പം ഹോട്ട്സ്റ്റാർ ആയാലും സോണി ലിവ് ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും അപ്പം അവരുടേതായ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അവിടെ തന്നെ ജനറേഷനിലൊക്കെ ജെൻസി ആണ് ഇത് കൂടുതൽ കാണുന്നത്, അങ്ങനെയും കൂടി ഉണ്ടാവും. ആ സെൻസിബിലിറ്റീസിനെ എങ്ങനെ പ്ലീസ് ചെയ്യും? ഒബ്വിയസ്ലി നമുക്ക് ഭയങ്കര അതൊരു ഞങ്ങളിപ്പം തിയേറ്ററിലേക്ക് കൊടുത്ത ഒരു A ആണെങ്കിൽ ജസ്റ്റ് ഇല്ലെങ്കിൽ 1 കൊടുത്തെന്നെങ്കിൽ X ആണെങ്കിൽ അത് Y ആവരുത് അതിൽ കൊടുക്കുന്നത്. അത് X+1 ഇല്ല X-1 പറ്റും. സോ ഒബ്വിയസ്ലി ആ X തന്നെ നമ്മൾ എന്താണ് തിയേറ്ററിൽ കാണുന്ന ആ എക്സ്പീരിയൻസ് തന്നെ ഇതിൽ കാണാനാണ് ഞങ്ങൾക്ക് നോക്കുന്നത്. നോട്ട് വേരിയേഷൻസ് എന്താ പറയുക, ഞങ്ങൾ ഒരു മീഡിയത്തിൽ കണ്ടു, ആ വേറൊരു മീഡിയത്തിൽ അതേപോലെ കാണണം. ദാറ്റ് എക്സാക്ട്ലി. അല്ലാണ്ട് വേറെ രീതിയിലല്ല, അതേ സാധനം ഈ മീഡിയത്തിൽ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ സോ ഡു യു റിയലി മീൻ ദാറ്റ് യു വർക്ക് ഫോർ ദീസ് ടു മീഡിയം ഇൻ ഡിഫറെന്റ് വേസ്? കറക്റ്റ്. ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. അപ്പം അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ പാരാമീറ്റേഴ്സ് ഉണ്ട്. സെറ്റ് QC ചെയ്യണം. അപ്പോൾ QCയിൽ അത് എന്താ പറയുക, ഞങ്ങൾക്കിപ്പം തിയേറ്ററിലൊക്കെ വി ആർ ദ ഓടിക്കൊള്ള ഫൈനൽ അതോറിറ്റി. ഇങ്ങനെയാണ് വെക്കേണ്ടത്. നെറ്റ്ഫ്ലിക്സ് അവരുടെ QC ഇതുണ്ട്. അപ്പം അത് ഒരു പോയിന്റ് മാറിയാൽ തന്നെ ഇറ്റ് വിൽ ഗെറ്റ് റിജക്റ്റഡ് ആക്ച്വലി. സോ വി നീഡ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ്. അതൊന്നുണ്ട്. പിന്നെ ഞങ്ങൾ വലിയ സ്ക്രീനിൽ ദർ ആർ സെർട്ടൻ വാല്യൂസ് വിച്ച് വി നീഡ് ടു ഫോളോ. ചെറിയ സ്ക്രീനിൽ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളിപ്പം നമ്മളിപ്പോൾ ഒരു മൊബൈലിൽ കാണുന്നത്, ഇപ്പോൾ ഒരു ടെക്നിക്കൽ ടേമാണ് നിറ്റ്സ് എന്ന് പറയും. 100 നിറ്റ്സിലാണ് ഞങ്ങൾക്ക് കാണേണ്ടത്, ഞങ്ങൾ കാണുന്നത്. നേരെ മറിച്ച് തിയേറ്ററിലാണെങ്കിൽ ആ സ്ക്രീനിൽ 48 ആയാലും. അപ്പോൾ 48-നുള്ളിൽ ഞങ്ങൾ ആ പാരാമീറ്റേഴ്സ് ഞങ്ങൾക്ക് എന്താ കാണിക്കണം. നേരെ മറിച്ച് ഇതിൽ വരുമ്പം 100 നിറ്റ്സ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റർ ആയിരിക്കും, ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾ കാണുന്നത് പോലെയല്ല, കുറച്ചും കൂടി എക്സാജുറേറ്റഡ് ആവാം. ഇല്ലെങ്കിൽ അത് ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അതിൽ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ സ്മോളർ സ്ക്രീനിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് എടുത്തു വരണം. അപ്പോൾ അതൊരു പ്രോസസ്സ് തന്നെയാണ്. പിന്നെ ഇപ്പം ഡോൾബി വിഷൻ ഇല്ലെങ്കിൽ HD നമ്മൾ കുറച്ചും കൂടി ക്രിസ്പിയർ ഇമേജ് ഇപ്പം കാണുന്നുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ TVസും അത് വരുന്നുണ്ട്. ആപ്പിൾ TV വന്നിട്ടുണ്ട്. അപ്പം ഈ പ്രോസസ്സിലേക്ക് വരുന്നത് അത് ഒരു ചാലഞ്ചാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ എന്താണ് കാണേണ്ടത്, തിയേറ്ററിൽ എന്താ കണ്ടത്, അതേപോലെ ഇതിലും കാണണം. അപ്പം അതിൽ ഞങ്ങൾക്ക് ഗ്രേഡ് ചെയ്യാൻ ആവശ്യം വരുന്നുണ്ട്. ഇപ്പം ഡോൾബി വിഷൻ എന്ന് പറയുമ്പം ഓൾമോസ്റ്റ് ഹോട്ട്സ്റ്റാർ ചോദിക്കുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, സോണി ലിവ് ഇപ്പോൾ വേറെയും ലോക്കൽ ചാനൽസും ചോദിക്കുന്നുണ്ട്, സൺ നെക്സ്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം ഡോൾബി വിഷൻ എന്ന് പറഞ്ഞാൽ അപ്പം അത്രയും ഡൈനാമിക് റേഞ്ച് അത്രയും ഉണ്ട്. ആ ഡൈനാമിക് റേഞ്ച് എനിക്കിപ്പം ബ്രഹ്മയുഗം ചെയ്തപ്പോഴും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി.
ഇല്ലെങ്കിൽ ഡേയ്സിലെ ന്യൂആൻസസ് മിസ്സായി പോകുമോ? അതെ അതെ, നിങ്ങൾ എന്താണ് എങ്ങനെയാണ് കാണേണ്ടത് അതേപോലെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ മൂവി എക്സ്പീരിയൻസ് തന്നെ അത് മാറിപ്പോകും. എനിക്ക് ഇപ്പം ഞാൻ ചെയ്തൊരു പടം ഞാൻ കണ്ട പോലെ ഇല്ല, ഞാൻ കളർ ചെയ്ത പടം ഞാൻ കളർ ചെയ്ത പോലെ എനിക്ക് കാണാൻ പറ്റും, എനിക്ക് അത് കാണാൻ പറ്റില്ല. എന്താ പറയുക, ഞങ്ങൾ ഒരു 2 മാസം കാണുന്നത് അതേപോലെ ഇല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. എത്ര ഹൗ ഗുഡ് മൂവി ആണെങ്കിലും അത് അങ്ങനെയാണ് ആക്ച്വലി. അതേപോലെ തന്നെ ഇപ്പം മൊബൈലിലാണെങ്കിലും ഇപ്പം ഓരോ മൊബൈലിലും ഓരോ പോലെയാണ്, ഇല്ലെങ്കിൽ ഓരോ മോണിറ്റർ ഓരോ പോലെയാണ്. സോ അപ്പം അതെല്ലാം ഒരേപോലെ ഇരിക്കാൻ ആണ് ഞങ്ങൾക്ക് നോക്കേണ്ടത്. അത് വലിയൊരു ചാലഞ്ചാണ്. ബട്ട് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്. ചിലതിൽ ഇപ്പം ഓൾമോസ്റ്റ് ഇപ്പം ഐപാഡിലും ഇപ്പോൾ ആപ്പിളിൻ്റെ ഐപാഡ് ഓൾമോസ്റ്റ് ഒരു നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് റെറ്റിന ഡിസ്പ്ലേ ഉള്ളത്. വേറെ പല ഫോണിലും പലതാണ്. അപ്പം അത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ബട്ട് പീപ്പിൾ ആർ ഗെറ്റിംഗ് അവെയർ ഓഫ്. ഇല്ല, ഞാൻ കാണുന്നത് എല്ലാം കറക്റ്റ് എന്ന് ഇപ്പം കുറച്ച് പേർക്കെങ്കിലും അറിയാം. അത് കാലിബ്രേറ്റഡ് അല്ല, ഇല്ലെങ്കിൽ അത് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ ഇപ്പം ഡിജിറ്റൽ എറ ഇല്ലെങ്കിൽ OTT ഇപ്പം വന്നപ്പം ഞങ്ങൾക്ക് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ആക്ച്വലി പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് വൈഡ് ഓഡിയൻസാണ് റീച്ച് ആവുന്നത്. ഇപ്പം മലയാളത്തിൽ ഞങ്ങൾ ചെയ്യുന്നൊരു പടം യൂണിവേഴ്സലായി ആൻഡ് പീപ്പിൾ ആർ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. മലയാളം ഫിലിം ആണ്, അപ്പോൾ നല്ലത് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് വൈസ് അറ്റ്ലീസ്റ്റ് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. സോ അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുവാണ്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഇത് വന്നുകൊണ്ട് നല്ലതാണ് ആക്ച്വലി. ഞങ്ങളുടെ വർക്ക് അറ്റ്ലീസ്റ്റ് പീപ്പിൾ വാസ്റ്റ് എമൗണ്ട് ഓഫ് പീപ്പിൾ ആർ സീയിങ് ഇറ്റ് ആക്ച്വലി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ കോൺഷ്യസ്ലി കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കൂടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടിയാണ് എഡിറ്റ് ചെയ്തിട്ട് അതിനകത്ത് കളർ കറക്ഷൻ ചെയ്യുക. ചിലർ സാച്ചുറേഷൻ കൂട്ടും, ചിലർ റെഡ് ടോണ് കൂടുതൽ കൂട്ടും, ചിലർ പിന്നെ ഗ്രീൻ ടോണ്, ചിലർ ഇത് ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെ നമ്മൾ തന്നെ സ്വയം ഈ പറയുന്ന കളറിങ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ കളറിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈവൻ വെൻ AI came, ആ ഒരു സെൻസിബിലിറ്റിക്കകത്ത് എല്ലാം ഒരു ലിറ്റിൽ എക്സസ് സ്പേസിലേക്ക് പോകുന്നത് പോലെ, ഇപ്പം കൂൾ വാമും വാം കൂളും അങ്ങനെ കുറേ ഓപ്ഷൻസ് ആണല്ലോ നമുക്കുള്ളത്. അപ്പം ഈ ഒരു വിഷ്വൽ സെൻസിബിലിറ്റിയിലിരിക്കുന്ന ഞങ്ങളുടെ ഇടയിലേക്ക് കളറിസ്റ്റ് ഒരു സിനിമയായിട്ട് വരുമ്പോൾ വാട്ട് ആർ ദ ചാലഞ്ചസ് ദാറ്റ് യു ഫേസ്? ഇപ്പം എല്ലാവരും നിരൂപകരാണ് ആക്ച്വലി. നിങ്ങളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെങ്കിൽ അത് കൊള്ളാം, ഇല്ല ഇതിങ്ങനെയാണ്. സോ ഞങ്ങൾക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിലെ പോലെ തന്നെയാണ് ആക്ച്വലി. എവ്രിബഡി ക്യാൻ ഗീവ് ദർ ഓൺ ഒപ്പീനിയൻ ആക്ച്വലി. സോ അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദിസ്, നമ്മൾ അതിൽ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. വി ക്യാൻ ഗെറ്റ് മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ്. ഇങ്ങനെ വെച്ചുകൂടെ, ഇല്ല ഇങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളൊരു മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് കളക്റ്റീവായിട്ട് കിട്ടും. സോ അതിൽ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഞങ്ങൾക്ക് ഒബ്വിയസ്ലി എടുക്കാൻ പറ്റും. ചിലത് നെഗറ്റീവ്സ് ഉണ്ടാവും ആക്ച്വലി. നെഗറ്റീവ് ഇൻ ദ സെൻസ്, ഞങ്ങൾ കാണുന്നത് വെരി കാലിബ്രേറ്റഡ്, വെരി ഹെൽത്തി അറ്റ്മോസ്ഫിയറിലാണ് കാണുന്നത് ആക്ച്വലി. വെരി കാലിബ്രേറ്റഡ് മോണിറ്റർ, വെരി കാലിബ്രേറ്റഡ് സ്ക്രീൻ, അതായിരിക്കും. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ നിരൂപകർ, ഇപ്പം എൻ്റെ ഇടയ്ക്കുള്ളൊരു ഫോൺ ആയിരിക്കത്തില്ല അഞ്ജനയുടെ ഇടയ്ക്കില്ല ഫോൺ. എൻ്റെ ടിവിയുടെ കളർ ആയിരിക്കില്ല വേറെ ടിവിയുടെ. സോ ഞങ്ങൾ എന്താ വിചാരിക്കുക, ഞങ്ങൾ കാണുന്നതാണ് പെർഫെക്റ്റ് എന്നുള്ളത്. അത് ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ആ ഒരു ചിന്താഗതി ഒന്ന് മാറുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇപ്പോൾ വെൻ വി ആക്ച്വലി ഏതെങ്കിലും ഒരു പാട്ടോ എന്തെങ്കിലും പ്ലേ ചെയ്യുമ്പോൾ പ്ലീസ് യൂസ് യുവർ ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ ക്വാളിറ്റി എന്ന് പറയുന്നത് പോലെ, ഹൗ ക്യാൻ വി ഡു ഇൻ ദിസ് ആസ്പെക്ട്? വി കാൻ ഡു എനിത്തിങ്. We really can't do anything actually. ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഒപ്പീനിയനിൽ പോവുക വേണ്ടത് ആക്ച്വലി. സോ ഐ എം നോട്ട് ടെല്ലിങ് ഇറ്റ്സ് റോങ് ഓർ സംതിങ്. ബട്ട് ഇപ്പം ഞാൻ എൻ്റെ സ്ക്രീനിൽ കാണുന്നതായിരിക്കത്തില്ല അഞ്ജനയുടെ മൊബൈലിൽ കാണുന്നത്. അപ്പം അത് വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്തുകൂടെ, ഇല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് ഒരിക്കലും പറയുമ്പോൾ അതിൽ ഒരു ഗ്യാപ്പ് വരുന്നത് ആക്ച്വലി. നമ്മളിപ്പോൾ മിഡ് ജേർണി പോലെയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റോറി ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. സംടൈംസ് നമ്മുടെ ഇമാജിനേഷനിലേക്കും അപ്പുറത്തേക്കുള്ള ചില ഇമേജസൊക്കെ മിഡ് ജേർണിയൊക്കെ നമുക്ക് തരും, നമുക്ക് വിഷ്വൽസൊക്കെ നമുക്ക് തരും. നല്ല രസകരമായിട്ടുള്ള സ്റ്റോറി ബോർഡ്സ്, സിനിമ പോലെ തന്നെ രസമായിട്ടുള്ള സ്റ്റോറി ബോർഡ്സ് ഉണ്ടാക്കാൻ ചില സമയത്ത് പറ്റാറുണ്ട്. അതിലത്തെ കളർ ടോണും നമ്മളൊരു ടോണും അത് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു കളറിസ്റ്റ് ചെയ്യുന്ന കളറാണോ, അത് കളറിൻ്റെക്കാളും ഈ AI കൊണ്ടുവരുന്ന വേറൊരു ടോൺ ഉണ്ടല്ലോ,
അത് തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എ ഐയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഞാൻ ബേസിക്കലി ചോദിക്കുന്നത്. ഇറ്റ്സ് വെരി മച്ച് ദർ. ആക്ച്വലി അത് നല്ലതാണ്. ആക്ച്വലി ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളായിരിക്കും എ ഐ ജനറേറ്റ് ചെയ്തത് ഞങ്ങൾക്ക് തരുന്നത് ആക്ച്വലി. സോ അതൊരു റെഫറൻസ് പോയിന്റ് ആയിട്ട് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം. ഇപ്പോൾ ഒരു ട്രാൻസിഷനാണ് ആക്ച്വലി. സോ അത് കളക്റ്റീവായിട്ട് നല്ലതാണെന്ന് ഞാൻ പറയുന്നത് ആക്ച്വലി. ബട്ട് അഗെയിൻ ഡൗൺ ദ ലൈൻ എങ്ങനെ പോകുന്നത് എനിക്കറിയില്ല. ബട്ട് ഇത് കുറച്ചും കൂടി ഒരു ഫ്രഷ് ഐഡിയാസ് കിട്ടുന്നുണ്ട്. അപ്പം ഇറ്റ്സ് റിയലി ഗുഡ് ആക്ച്വലി. ബട്ട് കുറച്ച് ഡൗൺ ദ ലൈൻ കുറച്ച് വർഷം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിയൊന്നും ഇല്ലാതെ വിചാരിക്കും. ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഇട്ടുകൊടുത്ത, ഒരു ടൂളിൽ ഇട്ടുകൊടുത്ത, അങ്ങനെ ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ there should be that human brain behind. Correct. That should be there actually. All the creative aspects. ആ ഒരു യുണീക്നെസ് നമുക്കാണല്ലോ ശരിക്കും. അതേപോലെ തന്നെ ഈ പറയുന്ന ഒരു ഹ്യൂമൻ ടച്ചിൻ്റെ മിസ്സിങ് ഈ പറയുന്ന AI ടൂൾസിൽ നമ്മൾ ഇപ്പം ഫോട്ടോസ് ഉണ്ടാക്കിയാലും ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് സംതിങ് ദാറ്റ് ഇസ് മിസ്സിങ്. ഒരു പ്ലാസ്റ്റിക് ഫീൽ ഉള്ളത് പോലത്തെ ഒരു എക്സാക്ട്ലി ലൈക്ക് ഹൗ ടൂൾസ് റൈറ്റ്സ് ഫോർ ഹ്യൂമൻ ബ്രെയിൻ അതിന്റെ എൻഡ് ഓഫ് ദി ഡേ ചെറിയൊരു പോർഷനിലെങ്കിലും ഉണ്ടാവണം. സോ ഹൗ ഡു യു സീ ദ കളർ ഗ്രേഡിംഗ് ഇൻഡസ്ട്രി? അതിനെ മാത്രമായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇറ്റ് ഹാസ് ഇവോൾവ് എ ലോട്ട് ആക്ച്വലി. ഇപ്പം എന്താ പറയുക, ബോളിവുഡിൽ എൻ്റെ ബോംബെയിലത്തെ ഫ്രണ്ട്സ് പോലും വിളിച്ചിട്ട് ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നത് ആക്ച്വലി. നമ്മൾ കേരളത്തിൽ ഇത്രയും നല്ല പടങ്ങൾ ദേ ഓൾ ആർ ലുക്കിംഗ് ഇൻ ടു ദിസ് ആക്ച്വലി. അപ്പം അതിലത്തെ ഓരോ പടങ്ങൾ എടുത്ത് പറയുകയാണ് ആക്ച്വലി. അപ്പം അത് നന്നായിട്ടുണ്ട്, അത് കളേഴ്സ് നന്നായിട്ടുണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി നന്നായിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി. ഈ അടുത്ത് താങ്കൾ ചെയ്തതല്ലാതെ ഒരു ലുക്ക് അപ്പ് ടു ആയിട്ട് തോന്നിയിട്ടുള്ള ഇന്ത്യൻ സിനിമകളിൽ ഏതാണ്? വാട്ട് സംതിങ് ദാറ്റ് യു വുഡ് സജസ്റ്റ് ഫോർ അസ് ഫോർ റെഫറൻസ്? നല്ല കളറിങ് ഇതാണ്, ദിസ് ഇസ് ഓൾസോ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്ന പോലെ. അങ്ങനെ കുറേ ഫിലിംസ് ഉണ്ട് ആക്ച്വലി. ഇപ്പം ലാസ്റ്റ് എക്കോ, അത് ഭയങ്കര നല്ല ഫിലിമാണ് ആക്ച്വലി. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി കളറിങ്ങിലോ അടിപൊളി, ഐ മീൻ ടു ഗുഡ് ആക്ച്വലി. അങ്ങനെ ഒത്തിരി ഫിലിംസ്. ഹിന്ദി സിനിമയിൽ ബംഗാളി സിനിമ അങ്ങനെ നോക്കുന്ന സമയത്ത് തുമ്പാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആക്ച്വലി. തുമ്പാടിന്റെ ടോൺ റെഡ് ടോൺ ആണ്. അത് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. തുമ്പാട് ഇസ് ലൈക്ക് വെരി ഡിസ്റ്റർബിങ് റിയൽ അല്ലേ മൂവിയാണ് ആനന്ദ് ഗാന്ധിന്റെ. അതെ. ഞാൻ അതേപോലെ ഇപ്പം ബോംബെയിലിപ്പം ബംഗാളി ചെയ്തിട്ടുണ്ടായിരുന്നു, മറാഠി, തെലുങ്ക് അങ്ങനെ കൂടുതലില്ല, 2-3 ആ സമയത്ത് ബംഗാളി കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് യു ഹാഡ് എ സ്റ്റിന്റ് വിത്ത് ബോളിവുഡിന്റെ ഒരു കളർ ടോൺസിനകത്ത് ഈ പറയുന്ന എപ്പോഴും ഈ ഒരു പോപ്പ് ഓഫ് കളേഴ്സ് കുറച്ച് കൂടുതലാണല്ലോ, വിച്ച് ആക്ച്വലി എനിക്ക് which shall be made in a very large scale. അതിൽ that demands story demands. പിന്നെ വലിയ ആർട്ടിസ്റ്റ്, വലിയ ബിഗ് സ്റ്റാർസ്, അപ്പോൾ obviously it has to be there. റാണി പിങ്കും മറ്റേ ടർക്കോയ്സ് ബ്ലൂവും ഒക്കെ കൂടി വന്നിട്ട്. പിന്നെ വേറെ ഒന്നുണ്ടെന്ന് പറയാം, നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് ഭയങ്കര കൂടുതലാണ്. ഞങ്ങളിവിടെ ഒരു 30-40 ഇല്ല 50 ഡേയ്സിൽ ചെയ്യുന്നത് അത് അതിൻ്റെ ഡബിളിലായിരിക്കും അവിടെ ചെയ്യുന്നത്. സോ ദാറ്റ് ഓൾ മാറ്റേഴ്സ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ മലയാളം ഇൻഡസ്ട്രിയിൽ 40 ഡേയ്സിൽ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് അവിടുത്തെ 100 ഡേയ്സ് ചെയ്യുന്ന അത്ര തന്നെ ഈക്വലി ഞങ്ങൾ വി ആർ ഗുഡ്. സോ വാട്ട്സ് ഓൺ യുവർ പ്ലേറ്റ് നെക്സ്റ്റ്? ഇനി ഏതൊക്കെയാണ് അടുത്ത ആഴ്ച, അടുത്ത മാസം? ഫ്യൂ മൂവീസ് ആർ കമ്മിങ് അപ്പ് ആക്ച്വലി. ഇനി അടുത്ത റിലീസ് എനിക്കൊന്ന് സർവമായ നിവിൻ പോളിയുടെ ഒരു അടുത്ത ഫിലിം ആക്ച്വലി, അഖിൽ സത്യൻ്റെ, അത് ബ്യൂട്ടിഫുള്ളി ഇറ്റ് ഹസ് കം ഓൺ. അപ്പോൾ അത് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. നമ്മൾ അടുത്ത് പണ്ട് കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നിവിൻ പോളി അതിൽ കാണാൻ പറ്റും ആക്ച്വലി. വെൻ യു ആക്ച്വലി ഡു ദ കളറിംഗ് യു വുഡ് നോ അല്ലേ ഹൗ ഇറ്റ് വുഡ് ബി റിസീവ്ഡ് എന്ന് തോന്നാറുണ്ടോ? പടം കാണുമ്പോൾ അറിയാലോ ഇതിന്റെ. സോ അങ്ങനെ ചില സിനിമകൾ ശരിക്കും സർപ്രൈസ് ചെയ്യിക്കുമല്ലോ അല്ലേ? നമ്മൾ വിചാരിക്കും ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇറ്റ് മൈറ്റ് ഡു വെൽ ബട്ട് ഇറ്റ് മൈറ്റ് നോട്ട് എന്ന് പറയുന്ന ഒരു സാധനം. സോ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? പിന്നെ കുറേ ഒത്തിരി എന്താ സമയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ആസ്പെക്റ്റിലേക്ക് കാണുന്നില്ല ആക്ച്വലി. ഒരു വൈഡ് ഒരു ഓഡിയൻസ് വ്യൂവിലായിരിക്കില്ല കാണുന്നത്. പിന്നെ ഒബ്വിയസ്ലി വി ആർ ബയസ് ടു ദാറ്റ്. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ മൂവിയാണ്. സോ അതിൻ്റെ ഒരു പോരായ്മ ഞങ്ങൾ കാണത്തില്ല. ദാറ്റ്സ് എ ഫാക്ട്. ബട്ട് സ്റ്റിൽ അപ്സ് ആൻഡ് ഡൗൺസ്. ഞങ്ങൾ വിചാരിക്കുന്ന കുറേ പടങ്ങൾ പ്രേക്ഷകർ എടുക്കത്തില്ല, വിചാരിക്കാത്ത പടങ്ങൾ ഇതാവുന്നുണ്ട്. ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2 things. ഫസ്റ്റ് ഇസ്
എത്ര അവാർഡ് വാങ്ങണം എന്നാണ് ആഗ്രഹം? കിട്ടുന്നിടത്തോളം വേണമെന്നാണോ? അങ്ങനെയില്ല, ഇപ്പം 3 കിട്ടിയതിന് വലിയൊരു ദൈവാനുഗ്രഹമാണ് ആക്ച്വലി. ബട്ട് സി അഗെയിൻ വി നീഡ് ടു കീപ്പ് എ ലിമിറ്റ്. ഐ മീൻ ഞങ്ങളൊരു ഒരു ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് വരെ എത്തി. അവാർഡ്സ് അഗെയിൻ പ്ലീസിങ് ആണ് ആക്ച്വലി ഞങ്ങൾക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടുന്നത്. സ്റ്റുഡിയോയ്ക്ക് രംഗ്രേസ് ഇപ്പം 8-9ാമത്തെ വർഷത്തിലേക്കാണ് പോകുന്നത് ആക്ച്വലി. സോ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ എത്തി. ഇനിയിപ്പം നാളെയും അങ്ങനെ തന്നെ പോകുമെന്ന് വിചാരിക്കുന്നു. ഇതിലിപ്പം എൻ്റെ ഒരു ടീമുണ്ട് ആക്ച്വലി, ഇറ്റ്സ് നോട്ട് മീ അലോൺ ആക്ച്വലി. ഒരു ടീം വർക്കാണ് ആക്ച്വലി, 9-10 പീപ്പിൾ അത് ആക്ച്വലി. സോ അവരെല്ലാവരും ഒത്തൊരുമ കൊണ്ടാണ് എനിക്ക് ഒരു നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നത് ആക്ച്വലി. സോ ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ടു ദം ആക്ച്വലി. Somebody who is watching Malabar Journal right now, who is an aspiring colorist, എന്താ പറയാനുള്ള അവരോട്? Try working hard actually. How should they start their journey? They need to ഏതൊരു ഇമേജ് കിട്ടിയാലും അത് കറക്റ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ കൺസിസ്റ്റൻറ്റ് ലെവലിൽ കൺസിസ്റ്റൻസി എടുത്തു വരാൻ നോക്കുക. അതിൻ്റെ ഡിഫറെൻറ്റ് ലുക്ക് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പം ഇന്നില്ലെങ്കിൽ നാളെ ഒരു നല്ലൊരു പടമില്ല, നല്ലൊരു റെക്കഗ്നൈസേഷൻ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2013 ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് 2019 ആദ്യത്തെ അവാർഡ് കിട്ടിയത്. അതേപോലെ ഞാൻ എൻ്റെ വെരി ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഞാൻ ടെലിസിനി കളറിസ്റ്റ് ആയതപ്പം എൻ്റെ വെരി ഫസ്റ്റ് ഫിലിം അത് മേ ബി XYZ റീസൺസ് ഉണ്ടായിരുന്നു. അത് ഇറ്റ് വാസ് റിജക്റ്റഡ് ആക്ച്വലി. ഞാൻ അത് 3 ദിവസം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു അന്നപ്പോൾ സമയത്ത്. അപ്പം ഐ തിങ്ക് 2013 സോറി 2003-4 ആ സമയത്തായിരുന്നു വെരി ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് മൂവി. 3 ദിവസം വർക്ക് ചെയ്തു. 4ാമത്തെ ദിവസം അവർ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അവിടെ മാനേജറൊക്കെ പറഞ്ഞു ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ആക്ച്വലി, വി നീഡ് ടു ചേഞ്ച് സമ്മൺ. എന്നെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെയല്ല. ഇറ്റ് വാസ് ടോട്ടലി ഹാർട്ട് ബ്രേക്കിംഗ് ആക്ച്വലി. അപ്പം ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എന്താ പറയുക, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു, പക്ഷെ സ്റ്റിൽ ഇറ്റ് വാസ് നോട്ട് ഗുഡ് ഓർ സംതിങ്. ഞാനാണിപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ദാറ്റ് വെരി പെർട്ടിക്കുലർ പേഴ്സൺ ഹു ടോൾഡ് ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ് സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് മീ. ബിഫോർ ദാറ്റ് ഹി കോൾ മീ വൺസ്. എൻ്റെ ഒരു വർക്ക് കണ്ടിട്ട് പുള്ളി എന്നെ പേഴ്സണലി വിളിച്ചു പറഞ്ഞു, ലിജു അച്ഛാ ലഗ് രഹാ, ഇറ്റ്സ് ലുക്കിംഗ് റിയലി നൈസ്, വി നീഡ് ടു വർക്ക് ടുഗദർ. അത് കഴിഞ്ഞിട്ടും ലൈക്ക് ഈവൻ നൗ ദേ ആർ ഇൻ ടച്ച് വിത്ത് മീ ആക്ച്വലി. വെനെവർ മൈ മൂവി കം, വെനെവർ ഞാൻ ചെയ്ത പടങ്ങൾ കളർ ചെയ്ത് കണ്ട, ഐ മീൻ തിയേറ്ററിലോ ഇല്ല OTT കാണുമ്പം ദേ യൂസ് ടു കോൾ. അതൊരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ് ആക്ച്വലി. ഞങ്ങൾക്കൊരു റിജക്ഷൻ കിട്ടിയിട്ട് ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു സേ. നെഗറ്റീവ്സ് ഓർ ലൈക്ക് എന്താ പറയണ്ടേ, ഫീഡ്ബാക്സ് ഇങ്ങനെ എപ്പോഴും ഞങ്ങൾക്കൊരു സക്സസ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ അത് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ, ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പാഷൻ ഇതുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഇന്നില്ലെങ്കിൽ നാളെ കിട്ടും. ഗോഡ് ഈസ് ദർ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും കളറുകൾ കൊണ്ട് ജീവിതം കളറാക്കൂ ഞങ്ങളുടെ എല്ലാം. താങ്ക് യു.